രണ്ടാമതൊരു കുട്ടീനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് ഒരു കമ്പാനിയനും കൂടെ വേണമെന്നുള്ളത് ആണോ, നമുക്ക് രണ്ടാമത്തെ കുട്ടീനെ വേണം എന്നുള്ളതാണോ? വാട്ട് ഷുഡ് ബി അവർ പ്രിഫറൻസ്? ഫസ്റ്റ് കുട്ടിക്ക് സെക്കൻഡ് കുട്ടിയോട് വരുന്ന ഒരു അമർഷം, അത് നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം? കുട്ടിയോട് ടൈം എടുത്ത് സംസാരിച്ചിട്ട് വേണം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. ഞാനാണോ ചേച്ചി, ആ ചേച്ചി സ്ഥാനം ഇവിടെ വേറെ ആർക്കും ഇല്ല, ആ ചേട്ടൻ സ്ഥാനം ഈ ലോകത്തിൽ വേറെ ആർക്കും ഇല്ല. യു ഹാവ് ഇറ്റ് പൊസിഷനിലേക്ക് വേറൊരാൾ വരുന്ന പോലെ ഫീൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഹൗ വി ഹാവ് ടു മാനേജ് അവർ ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ചിൽഡ്രൻ? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ജീവിക്കുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് ആ സിറ്റുവേഷനെ സേഫ് അല്ല എന്ന് വിളിക്കാം. സേഫ്റ്റി നീഡ് അവിടെ കുട്ടിയുടെ സാറ്റിസ്ഫൈഡ് അല്ല. ആസ് an adult, the child will show something. കാണിച്ചിരിക്കും ഒരു പ്രോബ്ലം. ഡ്രസ്സ് മേടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് പ്രായത്തിൽ കഴിഞ്ഞാൽ അത് ഫിറ്റ് ആവില്ലെങ്കിൽ എൻ്റെ അനിയത്തിക്ക് പോകും. ഇത് അവരെ മെന്റലി അല്ലെങ്കിൽ അവരെ സൈക്കോളജിക്കലി എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അയാളത് ചോദിച്ചു മേടിക്കാത്തതും അയാൾക്കത് കൊടുത്ത് ഇടിയിപ്പിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. വെൻ somebody is forced to do something, obviously that creates an insecurity. Why? ആ കുട്ടിക്ക് അത് സ്വന്തമായിട്ട് വാങ്ങാനുള്ള പൈസയോ പ്രായമോ ആകാതെ സമയത്ത് അത് ഫോഴ്സ് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. കുട്ടിയെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കളിക്കാൻ എന്തായി, അനിയത്തി വന്നു അല്ലെങ്കിൽ അനിയൻ കുട്ടൻ വന്നു, എനിക്ക് വരുന്നില്ല. ഈ രണ്ടാമത് വരുന്ന കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. ആ കുട്ടീനെ സ്കൂളിൽ വിടേണ്ട ആ ചെലവ് നമുക്കാണ്. ഈ കുട്ടിയെ വളർത്താൻ സമയത്ത് വരുന്ന ദേഷ്യം, നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആദ്യത്തെ കുട്ടിക്ക് ഫിസിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോഴും വാരി കൊടുക്കുന്ന പ്രായമാണ്, ഇതൊക്കെ നമുക്കേ അറിയുള്ളൂ. ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ഈ കുട്ടികളെ പല രീതിക്കും ബുള്ളി ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. മിക്ക പാരന്റ്സ് പറയുന്ന കാര്യം, ടീച്ചർ അങ്ങ് നോക്കിയാൽ മതി, ഞാൻ ടീച്ചർ അങ്ങ് ട്രസ്റ്റ് ചെയ്തേക്കാണ്, അവനൊന്ന് നന്നാക്കി എടുത്താൽ മതി, എല്ലാം ടീച്ചറുടെ കയ്യിലാണെന്ന് പറയുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ എല്ലാ സ്റ്റേജ് ആക്ടിവിറ്റിയിലും പങ്കെടുക്കണം, എല്ലാവരും ഒരുപോലെ സ്പോർട്സിൽ പങ്കെടുക്കണം, ഒരുപോലെ സ്പീച്ചിൽ പങ്കെടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓഡിയൻസ് ആയിട്ട് ആരുണ്ടാവുക? അടിച്ചും തല്ലും പേടിപ്പിച്ചും വളർത്തിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഹ്യൂമൻ റൈറ്റ്സ് പ്രോബ്ലം ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ആക്ച്വലി ഓൾറെഡി സംസാരിച്ച ഒരു ടോപ്പിക്കിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിക്കാണ്. കാരണം നമ്മൾ പാരൻറ്റിങ് എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരുപാട് കമൻസ് വന്നു, ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു, ഇനിയും ഇതിൻ്റെ ഒരു പാർട്ട് വേണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടില്ല, ആ ഒരു ചോദ്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് അറിയണമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. സോ ആ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പാർട്ട് 2 നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സംസാരിച്ചത് പാരൻറ്റിങ്ങിനെ പറ്റിയാണെങ്കിൽ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ്ഹുഡ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് കൗൺസിലറായ നീത ഫ്രാൻസിസ്. ഹായ്. ഹായ്, ഹലോ. സോ ഞാനിപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് പാർട്ട് പോലെയാണ് അത് എടുക്കുന്നത്. ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളും നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ കമൻറ്റ് സെഷനിൽ ഉണ്ടായി. അപ്പം അതിൽ തന്നെ ഏറ്റവും മെജോറിറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻറ്റിങ് എന്ന് പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണോ, ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ട് വേണോ പാരൻറ്റിങ് ചെയ്യാൻ, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ചെയ്തു വന്നുള്ള ഒരു കാര്യമല്ലേ എന്നുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യന് തന്നെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പാരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണോ? പാരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, വളരെ നാച്ചുറലായി സ്വാഭാവികമായി ചെയ്യുന്നൊരു സാധനം തന്നെയാണ് പാരൻറ്റിങ്. അത് അൺഫോർച്ചുനേറ്റ്ലി അതിനകത്ത് കലർപ്പുകൾ വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം കലർപ്പുകൾ വരുന്നതിനെ ഒന്ന് ഇനി അൺലേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ലേൺ ചെയ്ത കാര്യങ്ങൾ ശരിക്കും കറക്റ്റാണ്. നമ്മളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ അയാളെ ഇനിയിപ്പോൾ ഞാൻ അടിച്ചും തല്ലും പേടിപ്പിച്ചും വളർത്തിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രോബ്ലം തന്നെയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഗസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ആ ഗസ്റ്റിന് പോകാൻ വേറെ സ്ഥലമില്ല. ആ ഗസ്റ്റിന് നിങ്ങളെ അല്ലാതെ വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്യാൻ അറിയില്ല. അയാൾക്ക് ഭക്ഷണം വേണമെങ്കിലും അമ്മേ എന്ന് വിളിക്കുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ പിന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചെറിയ ഹ്യൂമൻ റൈറ്റ്സ് പ്രോബ്ലം ഉണ്ട്. അതിനെ ഒന്ന് അൺലേൺ ചെയ്യുക മാത്രമേ നമുക്ക് നോക്കിയാൽ മതി. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമല്ലേ. നമ്മളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ചിലപ്പോൾ ഏർലി ആയിട്ട് പ്രഗ്നൻസി ആവുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമുക്കൊരു 18+ ആയി കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാവുന്നതാണ്. ചിലപ്പോൾ ആ ഒരു ഏജിനോട് എത്തുമ്പോൾ തന്നെ ആൾക്കാർ കല്യാണം കഴിച്ച് അതിൽ കൺസീവ് ആവുന്നു, ഉടനെ തന്നെ കുട്ടി ഉണ്ടാകുന്നു. ഇനി ചില മാരേജ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ലേറ്റ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടാവുന്നു. ഈ രണ്ട് പ്രഗ്നൻസിയിലും ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശരിയുണ്ടോ?
അതെല്ലാം പേഴ്സണലായിട്ടുള്ള ശരികളാണ്. 18 എന്ന് പറയുന്ന പ്രായം വെച്ചിരിക്കുന്ന ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും? ഈ 18-ല് നമ്മളുടെ സ്റ്റേറ്റ് നമ്മളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. ആ മെച്യൂരിറ്റി 18 കൂടി നമുക്ക് വന്നിട്ടുണ്ടാവും. കാരണം സ്കൂൾ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരിക്കുന്ന അതുപോലാണ്. 18 കൂടി നമ്മൾക്ക് ആ മെച്യൂരിറ്റി വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ ആ പ്രായം 18 എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവർ പ്രഗ്നൻ്റ് ആയാൽ കുഴപ്പമുണ്ടോ, 40-ൽ പ്രഗ്നൻ്റ് ആയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതിലല്ല. നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടോ എന്നുള്ളതാണ്. അതിൽ 18-ൽ ധാരണ വന്നവരുണ്ടാവാം, 35-ൽ വരുന്നവരുണ്ടാവാം, 22-ൽ വരുന്നവരുണ്ടാവാം. അതല്ല വിഷയം. ധാരണ ഉണ്ടായിരുന്നോ എന്നുള്ളത് മാത്രമാണ് വിഷയം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ധാരണ ഉണ്ടെന്നാണ്. പക്ഷെ ആ പേഴ്സണിന് അതുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ റെലവൻ്റ് ആയിട്ട് ഈ വരിക. ധാരണ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ധാരണയിൽ പെടുന്നത്? കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ. അതായത് നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കല്യാണം? നമ്മൾ അതുവരെ താമസിക്കുന്ന ഒരു മുറിയിൽ ഒറ്റയ്ക്ക് നമ്മളുടേതായ ഇപ്പം ഞാനൊരു മൊബൈൽ ഇവിടെ വെച്ചാൽ ആ മൊബൈൽ അവിടെ നിന്ന് മാറില്ല. ഞാൻ ചിലപ്പോൾ മുടി ചീകിയിട്ട് ചീപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ എന്നും വെക്കും. പക്ഷേ എൻ്റെ മുറിയിൽ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസാണ് എൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. ആ റൂമാണ് ഷെയർ ചെയ്യപ്പെടാൻ പോകുന്നത്. അത്രയും രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടാണോ നമ്മളൊരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? ഇനി ആദ്യം മാരേജിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വരുന്നത് ഒരു അഡൽട്ടാണ്. നമുക്ക് ആളോട് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് പറയാം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഓർഗനൈസിങ് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. അയാൾ ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതും ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും. അയാൾക്ക് ചീപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോ തവണ എടുത്തിട്ട് മുടി ക്ലീൻ ചെയ്ത് വെക്കുന്ന ആളായിരിക്കും. അയാളുടെ ഓർഗനൈസിങ് വേറെ ലെവലിലായിരിക്കും. ഇത് രണ്ടുപേരും തമ്മിലൊരു കൊളാബറേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട് വെൻ ഇറ്റ് ഇസ് എൻ അനദർ അഡൾട്ട്. ഇതിനെയാണ് ഞാൻ ധാരണ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിവിഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, വീട്ടിലെ ജോലികൾ എങ്ങനെയാണ് ഡിവൈഡ് ആകാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഡിവിഷനും വരുന്നുണ്ട്, ഒരു കൊളാബറേഷൻ വരുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അറിവ് എന്നിനെയാണ് നമുക്ക് ഒരു പക്ഷേ ധാരണ എന്ന് വിളിക്കാൻ പറ്റുക. പാരൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ വരാൻ പോകുന്ന ആൾക്ക് ധാരണ ഇല്ല. അത് ഓൾറെഡി അറിയാം. അയാളൊരു കുഞ്ഞാണ്, അയാൾ കിഡാണ്, അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. അയാളുമായിട്ട് നമുക്ക് ഒരു തരത്തിൽ ഡിസ്കഷൻ ഇല്ല. മറ്റേ ആൾ ഡിസ്കഷനിലെങ്കിലും പങ്കെടുക്കും. പക്ഷെ ഇത് ഡിസ്കഷൻ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഫ്ലോസ് ഈ നമുക്ക് മാറ്റാൻ പറ്റാത്ത പോലെ ഫ്ലോസ് ഉണ്ട്. ഇവിടെ ഫ്ലോസ് നമുക്ക് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മെച്യോർ ഇനഫ്. അയാൾക്ക് എന്താ ബാത്റൂം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയില്ല, പാചകം ചെയ്യൽ പോട്ടെ, ഭക്ഷണം വായിലെടുത്ത് വെക്കാൻ അറിയില്ല, വിശക്കുമ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കരയുക, അല്ലെങ്കിൽ വികൃതി കാണിക്കുക, അല്ലെ ദേഷ്യപ്പെടുക. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യണം, ലോകത്തെക്കുറിച്ച് അറിയില്ല, ലോകം എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പോകുന്നേ. ഇത്രയും വലിയ പ്രോജക്റ്റ് എടുക്കാനുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലായിട്ടുള്ള പക്വത നമുക്കുണ്ടോ എന്നുള്ള ധാരണേനെയാണ് നമ്മൾ ധാരണ എന്ന് ഉദ്ദേശിക്കണേ. ഇപ്പം എല്ലാ പാരൻസും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടികളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളർത്തണം എന്നുള്ളത്. പല ആൾക്കാരും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അവരെ ചുറ്റുപാടിനായിരിക്കും. മേ ബി നല്ലൊരു വീട്, നല്ലൊരു ക്രാഡിൽ കിടക്കാൻ, നല്ല പാത്രങ്ങൾ, ഡ്രസ്സ്, ഈ പറയുന്ന പൗഡർ, എല്ലാ സാധനങ്ങളും. എന്താണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്? അത് ഫിസിക്കൽ ഫോമിലെ കംഫർട്ടിൻ്റെ കാര്യമായിരിക്കും ഈ പൂജ ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ ചിന്തിക്കണം. ഒരു പക്ഷേ ശരിയായിരിക്കാം. ആ പറഞ്ഞ പേരൻസ് കടന്നു വന്ന ജീവിതത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ കംഫർട്ട്സ് പോലും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ലേൺ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇതിനേക്കാൾ നല്ലത് കൊടുക്കണം, ഞാൻ പഠിച്ചതിനേക്കാൾ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഞാൻ ജീവിച്ചതിനേക്കാൾ നല്ല ചുറ്റുപാട്, നല്ല കാറ്, നല്ല സ്കൂള്, നല്ല കൂട്ടുകാർ എന്നായിരിക്കാം അവർ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു സ്പെക്ട്രത്തിൽ മാത്രമല്ല കംഫർട്ട് ഉള്ളത്. വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവുന്നത് എത്ര വലിയ വീട്ടിലിരുന്നാലും ചെറിയ വീട്ടിലിരുന്നാലും കുട്ടിക്ക് ഡിസ്കംഫർട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കംഫർട്ടും കൂടി കൊടുക്കണം. അതായത് ഒരു സൈക്കോളജിക്കൽ ലെവലിലെ ഫിറ്റ്നസ്സും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അത് പേരൻസിൻ്റെ ഭാഗത്തുനിന്നോ ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്തുനിന്നോ അങ്കിളോ ആൻറ്റിയോ ആരാ വരുന്നത്, അവരെല്ലാവരും ഈ കുട്ടിക്ക് ആ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി ഇവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. So it's not just about the properties or physical comforts or financial comforts or academical comforts. എനിക്ക് തോന്നുന്നു സൈക്കോളജിക്കൽ കംഫർട്ട് കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കംഫർട്ട് തന്നെയാണ്. എന്തൊക്കെയാ നമുക്കൊന്ന് ഘട്ടം ഘട്ടമായിട്ട് തിരിക്കാനാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ സൈക്കോളജിക്കൽ കംഫർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ? അതിനകത്ത് നേരത്തെ പറഞ്ഞ ആ ധാരണേനെ നമുക്കൊന്നുകൂടി സൂം ചെയ്തിട്ട് പറയാം. ഇപ്പം ഞാൻ ഒരു അമ്മയാകാൻ പോവുകയാണെന്നാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ്. ഒരു അച്ഛനും അമ്മയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയാണോട് കൂടി അവിടെ ഒരാൾ അച്ഛനാകും കൂടി ആകുന്നുണ്ട്. ഫസ്റ്റ് നോക്കേണ്ടത് ഞാൻ പേഴ്സണലി റെഡി ആണോ എന്ന് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചീപ്പ് ക്ലീൻ ചെയ്യുന്ന ആ ലെവൽ ഓഫ് അതെൻ്റെ കംഫർട്ട് ഇതാണെങ്കിൽ മറ്റയാളുടെ കംഫർട്ട് അതാന്ന് പറയുന്നൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്ന പോലെ ഞാൻ ഇമോഷണലി ഫിറ്റ് ആണോ നോക്കുന്ന ഒരു സാധനം. അതായത് എനിക്ക് പൊതുവിൽ ദേഷ്യം വരുന്ന ആളാണോ, പൊതുവിൽ
പൊതുവിൽ ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ, എന്തെങ്കിലും കേട്ടാൽ ഉടനെ കരയുന്ന ഒരാളാണോ? അപ്പോൾ ഈ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എനിക്കുണ്ടെങ്കിൽ ഒരു കുട്ടിയെ വളർത്താൻ ഞാൻ റെഡിയല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്ന ആളല്ലേ ഈ വരുന്നത്. അയാൾക്ക് ഒരു തരത്തിലുള്ള ഡിസ്കഷനും മനസ്സിലാവില്ല, എടുക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വരുന്നേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല, അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല ദേഷ്യം എന്താണെന്ന്. പിന്നെ ആരോടായി പറയണേ? അപ്പം ഞാനത് ഇനി പറയാൻ പറ്റൂല. എനിക്ക് എൻ്റെ പാർട്ട്ണറോടാണെങ്കിൽ പറയാം എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഈ ഡിസ്കഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വരണേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് സങ്കടം വരുന്നു കേട്ടോ, ഇതും പറയാൻ പറ്റില്ല. ഇതൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പറയാൻ പറ്റൂല. അപ്പോൾ ദേഷ്യം വരരുത്, സങ്കടം വരരുത്. അപ്പോൾ ദേഷ്യം വരാനായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക. ദേഷ്യം വരാതിരിക്കുക. ദേഷ്യം വന്നാൽ അതിനെ ദേഷ്യം വരാതിരിക്കുക എന്ന് വെച്ചാൽ ഹ്യൂമൺ അല്ലാണ്ടാവുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കണേ. ദേഷ്യത്തിന് അല്ലെങ്കിൽ ഏത് ഇമോഷനാണെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എടുക്കാൻ പോകുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ടാണ് എടുക്കാൻ പോകുന്നത്. അതിനു മുൻപ് എൻ്റെ സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഞാൻ ഉറപ്പ് വരുത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ദേഷ്യം വരുന്ന ആൾ ദേഷ്യം മാനേജ് ചെയ്യാൻ പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുന്ന ആൾ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക, ഗിൽട്ട് വരുന്ന ആൾ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക, ഇതെല്ലാം പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ടൈം മാനേജ്മെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഫിറ്റാണോ, ഫിസിക്കലി ഫിറ്റാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് ഏറ്റവും അവസാനം വരാം. മേ ബി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ. ഇത് ഒരാൾക്ക് മാത്രം പോരാ, മറ്റേ ആൾക്കും വേണം. ഇപ്പം കുട്ടികളുടെ ആൻസൈറ്റി എന്നുള്ളൊരു പാർട്ട് നമ്മൾ കുറേ ഇപ്പം കണ്ടിട്ടുണ്ട്. പിള്ളേർ ഭയങ്കര ആൻഷ്യസ് ആവുക. ഈ അതായത് ആരോടെങ്കിലും സംസാരിക്കാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരാനാണെങ്കിലും ഇതിനെല്ലാം ആൻസൈറ്റി വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഡിവിഷൻ ചെയ്യുക. ഇതൊക്കെ എപ്പോൾ തൊട്ടിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത്? ഇങ്ങനെ ഒരു ആൻഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടി എങ്ങനെയാണ് ആ ഒരു മീൻ ഒരു ആൻഷ്യസ്നെസ് കോട്ടപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എനിക്ക് തോന്നുന്നില്ല ഇപ്പം പൂജ പറഞ്ഞ എക്സാമ്പിൾസിൽ അതിന് ആൻസൈറ്റി എന്ന് വിളിക്കേണ്ട കാര്യം പോലും ഉണ്ടെന്ന്. അത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഒരേപോലെ എല്ലാ സ്റ്റേജ് ആക്ടിവിറ്റിയിലും പങ്കെടുക്കണം, എല്ലാവരും ഒരുപോലെ സ്പോർട്സിൽ പങ്കെടുക്കണം, ഒരുപോലെ സ്പീച്ചിൽ പങ്കെടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓഡിയൻസ് ആയിട്ട് ആരുണ്ടാവുക? അപ്പോൾ ഇത് കാറ്റഗറൈസേഷൻ നാച്ചുറലി വരുന്നൊരു സാധനമല്ലേ. ചിലപ്പോൾ ഞാൻ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും എൻ്റെ ബോഡി അങ്ങനെ മൂവ് ചെയ്യാൻ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഗിറ്റാർ വായിക്കുമായിരിക്കും, ഞാൻ ചിലപ്പോൾ പാട്ട് പാടുമായിരിക്കും. അതെൻ്റെ കഴിവ്, എൻ്റെ കംഫർട്ടാണ്. അതിനെ നീതയ്ക്ക് പാട്ട് പാടാനേ അറിയൂ, നിനക്ക് ഓടിച്ചാടി നടക്കാൻ അറിയില്ല, നീത അവിടെ എത്തുമ്പോൾ ആൻഷ്യസ് ആവുന്ന നോ ദാറ്റ്സ് നോട്ട് മൈ കംഫർട്ട് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ദാറ്റ് വേർഡ് ഇറ്റ് സെൽഫ് ഇസ് ഗോയിങ് റോങ് ദെയർ. ഒരു കുട്ടി ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കംഫർട്ടബിൾ അല്ലെന്നാണ്. നമ്മളെല്ലാവരും എല്ലാം കംഫർട്ടബിൾ ആണോ? അല്ലല്ലോ. ആസ് അഡൾട്ട്സ് വി ആർ നോട്ട്. ദ സെയിം തിങ് ഹാപ്പൻസ്. ഇത് വേറെ സ്പീഷീസ് ഒന്നും അല്ല, വളർന്നു വരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് അയാളുടേതായ കംഫർട്ടും ഡിസ്കംഫർട്ടും ഒക്കെ ആൾ തന്നെ പറയും നമ്മുടെ അടുത്ത്. അമ്മ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല, എനിക്കിപ്പോൾ അത് വേണ്ട. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കുട്ടി പറയും എനിക്കിവിടെ ആരോടും മിണ്ടാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ വിശ്വസിക്കുക അതിങ്ങനെ നമ്മൾ ഈ പറയില്ല ഞെക്കി പഴിപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലമല്ല അത് വരേണ്ടത്. അതിന് അതിൻ്റേതായ സമയം കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ അവിടെ വേറെ കുട്ടികൾ കളിക്കുന്ന കാണുന്നു, ആൾക്കാർ വർത്താനം പറയും, എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവരോട് മിങ്കിൾ ചെയ്യുകയും വർത്താനം പറയുകയും ചിരിക്കുകയൊക്കെ കാണുമ്പോൾ പതുക്കെ ഇവർ വന്ന് സംസാരിക്കും. ഇഫ് യു ഗിവ് ദാറ്റ് ടൈം യു വിൽ സീ ദാറ്റ് ഹാപ്പനിങ്. പക്ഷേ ഓട്ടം ചാട്ടം അതുപോലെയല്ല. ഇൻറ്ററാക്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദീസ് സ്പോർട്സ് ആക്ടിവിറ്റീസ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ പിന്നെ കൊച്ചുങ്ങൾ എങ്ങനെ അങ്ങനെ ആവാനാ? പ്രത്യേകിച്ച് അങ്ങനെയുള്ള പാരൻസിൻ്റെ മക്കളാണെങ്കിൽ അത്രയും പോലെ പറയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കും. എന്തിനാ അതിനെ ഡിസ്കംഫർട്ട് ആക്കുന്നേ? ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ലൈക്ക് എനിക്കറിയാവുന്ന ഒരു ഫാമിലി പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. ആക്ച്വലി മേ ബി ഈ ഓഡിയൻസ് ഫൈൻഡ് ഇറ്റ് ലൈക്ക് എ വിയർഡ് സ്റ്റോറി, ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്കറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു അച്ഛനാണ്, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരു പാരൻ്റ് ആണ്. ഇദ്ദേഹം ഇപ്പം ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്ക് വന്നിട്ട് ചെറിയ കുട്ടിയാണ്. അപ്പോൾ കുട്ടി ഇടയ്ക്ക് വന്നിട്ട് എന്താണെന്നുള്ള കൗതുകവും കാര്യങ്ങളും കുട്ടിയുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. സോ കുട്ടീനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെറിയൊരു ഇതിൽ മദ്യം ഒഴിച്ച് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കുറേ പേരോട് ചോദിക്കുമ്പോൾ കുറേ പേർക്ക് ഇതേപോലത്തെ സിമിലർ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ കുട്ടികളെ നമ്മുടെ ഒരു സോണിലേക്ക് കംഫർട്ടബിൾ ആക്കാൻ ഇങ്ങനത്തെ ഈ മദ്യം ഒഴിച്ച് കൊടുക്കുക, ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവണതയോടെ എന്താണ്
നിതയ്ക്ക് പറയാനുള്ളത്? അതൊരു അൺഹെൽത്തി പ്രാക്ടീസ് ആയിട്ട് സമൂഹം കാണുന്നിടത്തോളം നമുക്കതിനെ കുട്ടിയെ കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം കുട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇത് ഏത് ലെവൽ വരെ കഴിക്കണമെന്നോ കുട്ടിയുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ വേണോ വേണ്ടയോ ഇങ്ങനെയുള്ള തീരുമാനം നമ്മൾ പറയില്ല കൺസെൻറ്റ് കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല. ഉം. പിന്നെ അതിനെ 18 വയസ്സിന് താഴെയുള്ള ഒരാൾ കൺസെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കൺസെൻറ്റ് ആയിട്ട് അങ്ങനെ എടുക്കും എന്ന് പറയുന്ന പോലത്തെ അതേ കാര്യമുണ്ട്. ഇയാൾ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ ഈ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ആ ഒരു പ്രായം എത്തിയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാക്കി ഇത് ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കിയിട്ട് അയാൾ ഉപയോഗിക്കുന്ന പോലെ അല്ല ഒരു പാരൻ്റ് അത് ചൈൽഡ്ഹുഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് എനിക്ക് അതിനോട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ബാക്കിയുള്ള ബിഹേവിയേഴ്സൊക്കെ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ടി വി കാണുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വാല്യൂ സിസ്റ്റംസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ആൽക്കഹോളിസം ഒരു വാല്യൂ സിസ്റ്റമായിട്ട് ആഡ് നമുക്കതിനെ ചെയ്യാൻ കാണാൻ പറ്റില്ല. പറ്റൂല. ഇപ്പൊ ഇതന്നെ ആ കുട്ടിയുടെ സൈക്കോളജിനെ എങ്ങനെ ബാധിക്കും അത് ഇങ്ങനെ? നോർമലൈസ് ചെയ്യപ്പെടുകയാണ് കുട്ടിക്ക്. അത് തന്നെയാണ് അതിനകത്തുള്ള കാര്യം. കുട്ടിക്ക് ആ ആൽക്കഹോൾ എന്ന് പറയുന്നത് ആ സമയത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ പക്ഷേ ലെവൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഉം. അത് പറയാൻ പറ്റില്ല. അത് എടുക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് അത് എത്തിയോ? അപ്പോൾ അടിക്കുന്ന ഒരു വീട്ടിലെ കുട്ടി അത് പുറത്ത് പോയിട്ട് വേറൊരു കുട്ടിയായിട്ട് അടി ഉണ്ടാക്കുമ്പോഴത്തേക്കും മറ്റേ കുട്ടിയുടെ വീട്ടിൽ അടിക്കാതെ വളർത്തിയ കുട്ടിയാണെങ്കിൽ അത് ചോദ്യം ചെയ്യും. ഉം. എൻ്റെ പേരൻസ് ഒന്ന് ചോദ്യം ചെയ്യും. അപ്പോൾ ഈ കൊച്ചു പറയുന്നത് അടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രോബ്ലം ആണ് അത് എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും എന്നെ അടിക്കാറുണ്ടല്ലോ. ഉം. പക്ഷെ അത് പുറത്ത് നോർമൽ അല്ലല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് എന്തിനാ നിങ്ങൾ സമൂഹത്തിൽ നോർമൽ അല്ലാത്തൊരു കാര്യം നോർമലായി കൊടുക്കണേ? അത് ശരിയല്ലല്ലോ. ഉം. ഇതേപോലെ തന്നെ ഇപ്പം ഈ സ്മോക്ക് ചെയ്യുന്ന പാരൻസ് മീൻ ആൾക്കാരായാലും ഇതേപോലെ കള്ളുടിക്കുന്ന ആൾക്കാരായാലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇതിപ്പോൾ ഉം. കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉം. പോട്ടെ കുട്ടികളുടെ മുന്നിൽ വെച്ചത് കഴിക്കുന്ന ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉം. ഇത് ഒബ്വിയസ്ലി ഇപ്പം സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരാളുടെ കുട്ടിയാണ് അടുത്തിരിക്കുന്നെങ്കിൽ അതിനെ ഫിസിക്കലി അത് ബാധിക്കും എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ഉം. കാര്യമാണ്. ഉം. ഇതും സൈക്കോളജിക്കലി ഇത് ഇത് കണ്ട് വളരുന്ന കുട്ടികൾക്ക് എങ്ങനെ സൈക്കോളജി? ഇതാണ് ഇപ്പം ഞാൻ അത് അയാൾ മുൻപിൽ വെച്ച് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മുന്നിലല്ലാതെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ. മാക്സിമം നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുൻപിൽ വെച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ മെച്യൂരിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുൻപിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കുട്ടിയുടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. അതെ ഞാനിത് കുടിക്കുന്നുണ്ട്, അതെ ഇത് ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേണേ ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് മുന്നിൽ വെച്ച് ചെയ്യാം. പക്ഷെ നമുക്കിത് റെഗുലേറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ അഡൽട്സ് ആണ്. നമുക്കറിയാം ഇന്ന സമയത്ത് നമ്മൾ അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പ്ലഷറിന് വേണ്ടി ഞാൻ കുടിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ അഡൽട്ട് ആയി. അതെങ്ങനെ വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് ഗ്രാൻറ്റഡ്? ആ കുട്ടിക്ക് അത് അറിയില്ല. അതിന് മുമ്പിൽ വെച്ച് എന്തിനാ അത് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികമായിട്ട് വരുന്നത്. അല്ലാത്ത സമയത്ത് ചെയ്തോ. ഇപ്പോൾ ഒരു വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര ഒരു അടി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ എൻ്റെ ലൈഫിലല്ല അല്ലാതെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആ കുട്ടിക്ക് ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അച്ഛനും അമ്മയും കൂടെ കൺമുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരുടെ സൈഡ് നിൽക്കണം എന്ന് അറിയില്ല. I asked him like is it scary for you? He said like it's not scary, it's confusing എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു വൈന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അമ്മേനെ ഇഷ്ടമാണ് അച്ഛനെ ഇഷ്ടമാണ്, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ ഹൗ വി ഹാവ് ടു മാനേജ് അവർ ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ചിൽഡ്രൻ? ഫൈറ്റ്സ് എന്ന് പറയുന്ന വാക്കിനെ മാറ്റിയിട്ട് നമുക്കതിന് ഡിസഗ്രിമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഇറ്റ്സ് വെരി നോർമൽ ടു ഹാവ് ഡിസഗ്രിമെൻറ്റ്സ് വിത്ത് അഡൾട്ട്സ്. എനിക്ക് എൻ്റെതായ രീതി ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുടിച്ചീക്കിട്ടത് ഇവിടെ വെക്കുക, നിങ്ങൾ മുടിച്ചീട്ട് അപ്പുറത്ത് അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയണമല്ലോ. സോ സർട്ടൺ ഡിസഗ്രിമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ വരുന്നതിന് മുൻപ് തന്നെ ആസ് അഡൾട്ട്സ് ഇഫ് യു ആർ ലിവിങ് ടുഗെദർ വിത്ത് സമ്മൺ ഓർ ഷെയറിങ് എ സ്പേസ് വിത്ത് സമ്മൺ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ പാലിക്കുന്ന ഒരാൾ, ഇയാൾ ഇങ്ങനെയാണ് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇയാളുടെ ക്ലീനിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെവല്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇവരുടെ കൂടെ. അതിന് ശേഷമാണ് കുട്ടി എന്ന് പറയുന്ന ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം അത്രയും സമയം കൊണ്ട് നമ്മൾ ആ അഡൽട്ടിൻ്റെ ഒരുമാതിരപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും നമുക്കും കുട്ടികൾ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് വരാം. കാരണം നമ്മൾ തന്നെ ഒരു 5 കൊല്ലം പുറകിലേക്കുള്ള നമ്മളെ ചിന്തിച്ചാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാം. അങ്ങനെ മാറ്റങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്പേസ് ഷെയർ ചെയ്യുന്ന പാർട്ട്ണറായിട്ട് നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നമുക്ക്
ഉണ്ടെന്ന് വന്നേക്കാം. നമുക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഡിസഗ്രിമെൻറ്റ്സ് വരരുത് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. വന്നു കഴിഞ്ഞാൽ അത് ഫൈറ്റിലേക്ക്, അതായത് ഫൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ആയി. ഞാൻ ഒച്ചയെടുത്തു, ദേഷ്യപ്പെട്ടുന്നു, അതെൻ്റെ ചുറ്റുപാടിനുള്ള ആൾക്കാരെ ശ്രദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ അത്ര എനർജി ലോസ് ആണ് ഇങ്ങനെ ഒച്ചെടുത്ത്, എനിക്ക് ഇതേ കാര്യം പതുക്കെ പറയാമല്ലോ, മെസ്സേജായിട്ട് അയക്കാമല്ലോ എന്ന് പറയുന്നൊരു സ്വഭാവം. അപ്പം നിങ്ങൾ കുട്ടികളാകുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വരാൻ പോകുന്ന ഡിസഗ്രിമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതൊരു ഡിസ്കഷനായിട്ട് തന്നെ എടുക്കുക. പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ പീരീഡിൽ നമുക്ക് ഇനിയും ഡിസഗ്രിമെൻറ്റ്സ് വരില്ലേ, നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഈ അഡൾട്ട്സ് സംസാരിച്ച് വെക്കുക. എന്നിട്ട് അവർക്ക് എനിക്ക് പരിചയമുള്ള ഒരു കപ്പിളുണ്ട്, ദേ ടുക്ക് ദ ഡിവോഴ്സ് ഡിസിഷൻ ത്രൂ മെസ്സേജിങ്. ഓക്കെ. I'm not saying that they took it in 10 or few days time അല്ല, ഓവർ ഇയേഴ്സ് ആണ് അവരത് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുട്ടികളെ ബാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ആളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഹെൽത്തി. അവർ ഡിവോഴ്സ് ചെയ്യുന്നതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് അതിൻ്റേതായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ, റീസണിലേക്ക് ഇപ്പോൾ പോകണ്ട. പക്ഷേ അവരത് കുട്ടിയുടെ മുമ്പിലല്ല ഡിസ്കസ് ചെയ്യുക. കുട്ടിയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അവർ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അവർ ട്രിപ്സിന് പോകുന്നു, അവർ ഒരുമിച്ചല്ല നിൽക്കുന്നത്, ജിയോഗ്രഫിക്കലി 2 ലൊക്കേഷൻസിലാണ്. അപ്പോൾ വെക്കേഷൻസിന് വരുമ്പോഴാണ് അവർ തമ്മിൽ കാണുക. അങ്ങനെ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ മെസ്സേജസിൽ അവർ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ എ വേ അതൊരു മാനേജിങ് ടെക്നീക്കായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ വരെ എടുക്കുന്ന ആളുകൾ, ഈ എക്സാമ്പിളിലൂടെ കോട്ട് ചെയ്യാനുള്ള കാര്യം, അങ്ങനെ ഡിസിഷൻസ് വരെ നമുക്ക് എടുക്കും എന്നുള്ളത് 2 ഇൻഡിവിജ്വൽസ് ഇവിടെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിസഗ്രിമെൻറ്റ് ഡിസ്കഷൻസ് നമുക്ക് ചെയ്തുകൂടാ? യു ഹാവ് ഇനഫ് ടൈം അല്ലേ? ഇതിപ്പോ നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി ഒരു പാരന്റിങ് ഒരു പെർസ്പെക്റ്റീവിൽ പോകുമ്പോൾ ഈ ലൈക്ക് കമ്മിങ് ടു ദ ചിൽഡ്രൻ, ഇവരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നമ്മള് അച്ഛനമ്മ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, ഇവരുടെ ഒരു POV നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അവരെ എഫക്ട് ചെയ്യുന്നത്? അത് നമ്മൾ നേരത്തെ നമുക്കൊരു കാര്യം പറയാം, മാൽ ന്യൂട്രീഷൻ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അയാൾക്ക് എന്ത് പ്രോബ്ലം വരും എന്ന് ചോദിച്ചാൽ എന്ത് പ്രോബ്ലവും വരാം. കാരണം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചല്ല വളർന്നു നിൽക്കുന്നതെന്ന് പറയാമല്ലോ. എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ജീവിക്കുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് ആ സിറ്റുവേഷനെ സേഫ് അല്ല എന്ന് വിളിക്കാം. സേഫ്റ്റി നീഡ് അവിടെ കുട്ടിയുടെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചാൽ സേഫ്റ്റി. അപ്പോൾ എന്താ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് കമ്പോസ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ കളിച്ചും ചിരിച്ചും പാരൻസിനൂടെ ഗെയിംസ് ഒക്കെ കളിച്ച് നല്ല ലവ് ആൻഡ് ലാഫ്റ്റർ ഉണ്ടാകുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയും ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഈ പ്രോബ്ലംസ് കണ്ട് വളരുന്ന കുട്ടിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. എക്സാക്ട്ലി എൻ്റെ ഡിഫറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആസ് എൻ അഡൾട്ട് ദ ചൈൽഡ് വിൽ ഷോ സംതിങ്. അതാണ് അയാളിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയാം. പക്ഷെ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, കാണിച്ചിരിക്കും ഒരു പ്രോബ്ലം, അത് മറ്റേ കുട്ടിയും ഈ കുട്ടിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ പിന്നെ അങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അത് പിന്നെ നമ്മളുടെ ലൈഫിലും നമ്മൾ ആസ് എൻ അഡൾട്ട് റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒക്കെ ഇയാൾ അത് കാണിക്കും. അത് ഏത് രീതിയിൽ അത് വരും എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ്. ഇപ്പം ഇത് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ സിബ്ലിങ്സ് ഉള്ള പാരൻസിനെ പറ്റി സംസാരിക്കാൻ, ഞാനത് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിക്കാതെ പോയൊരു വിഷയം കൂടെയാണ്. ഞാനൊരു പോഡ്കാസ്റ്റിൽ ഒരു ഡോക്ടർ സംസാരിച്ചു, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. അദ്ദേഹം സംസാരിച്ചൊരു കാര്യമാണ്, നമ്മളിപ്പം ആദ്യം ഉണ്ടാവുന്ന ഒരു കുട്ടിയും പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നതെങ്കിൽ ആ 2 കുട്ടികളെയും വളർത്തിയ പാരൻസ് സെയിം ആണെങ്കിലും 2 ഡിഫറെൻറ്റ് പാരൻസ് ആണ് എന്ന്. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ്. ഇപ്പം എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛനമ്മ എന്നെ വളർത്തിയ ആ സെയിം അച്ഛനമ്മ അല്ല എൻ്റെ സിബ്ലിങ്സിനെ വളർത്തുന്നേ, മീൻ സൈക്കോളജിക്കലി. ഈസ് ദാറ്റ് ട്രൂ? ഓഫ് കോഴ്സ്. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പൂജ ചോദിച്ചില്ലേ, ഈ പേരൻ്റ് ആവുന്നതിന് പ്രത്യേകം പഠിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശരിക്കും നാച്ചുറലി പഠിക്കേണ്ട അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് ലേൺ ചെയ്തിരിക്കുന്ന ഇനി അൺലേൺ ഒന്ന് ചെയ്ത് നമ്മൾ സിമ്പിളായാൽ മതി. കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മളുടെ സൈക്കോളജിക്കൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഇതേപോലെയല്ലേ 4ാമത്തെ ആൾ വരുമ്പോൾ അവിടെ ഒരു 3ാമത്തെ മനുഷ്യൻ പ്രസൻ്റ് ആണ്. ഒരു കുട്ടി, അത് വേറെ സ്പീഷീസിലുള്ള ഒരാളല്ല പ്രസൻ്റ് ആവണം, ഒരു കുട്ടിയാണ് പ്രസൻ്റ് ആയിരിക്കണം. ഇത് ഈ പറഞ്ഞ ആൾക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനും ബ്രെയിനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു 3ാമത്തെ കുട്ടി എന്ന് പറയുന്ന ഫസ്റ്റ് ചൈൽഡ് വരുന്ന സമയത്ത് 2 പേര് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ വരണം എന്ന് പറഞ്ഞില്ലേ. 4ാമത്തെ ആൾ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? 3 പേരും കൂടി ഡിസ്കസ് ചെയ്യണം. അത് സാധാരണ കാര്യമല്ലേ? ഇപ്പോൾ എന്നെ ഒട്ടും മനസ്സിലാക്കാതെ, എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാതെ തന്നെ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, എന്നിട്ട് എക്സ്പെക്റ്റഡ് ടു ബിഹേവ് നാച്ചുറലി.
നോ, ഐ എം നോട്ട് ഇൻഡിക്കേറ്റഡ്. എനിക്ക് ഇൻഡക്ഷൻ കിട്ടിയിട്ടില്ല ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ആരാ അവിടെ ഉണ്ടാവുക. അവിടെ ചിലപ്പോൾ എൻ്റെ ഏജിലൊരു കുട്ടി ഉണ്ടാവും, ഞാൻ അയാളുടെ കൂടെ കളിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ടോയ് എടുക്കായിരുന്നു, ഇതേപോലത്തെ ഏജിലുള്ള കുട്ടിയാണ്, അതായത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക്. അപ്പം ഞാൻ ഒരു ഇൻഡക്ഷനും ഇല്ലാതെ എന്നെ കൊണ്ടുപോയി പെട്ടെന്ന് എടുത്ത് വീട്ടിലേക്ക് തള്ളിയിട്ടിട്ട് പറയാം, ആ നീ ഇതാ കളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ആസ് എ ചൈൽഡ് എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് ഇഫ് these parents have discussed, as three individuals we sit down and discuss that the fourth person is coming, and the fourth person is so small that everything should be aided. നമ്മളെല്ലാവരും കൂടെ ഇത് ചെയ്തു കൊടുക്കണം, വാവയാണ്. അന്ന് സംസാരിച്ച നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ? അത് മതി. എന്ന് പറഞ്ഞാൽ അഡൽട്ടിനെ പോലെ ചിലപ്പോൾ ബിഹേവ് ചെയ്യില്ല, പക്ഷെ a 5-year-old can behave like a 5-year-old late. എത്ര നേരം നല്ല സിബ്ലിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും? ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു കുഞ്ഞു വാവയിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളാണ്. അഡൽട്ടൊന്നും ആവണ്ട, പക്ഷെ 5 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഇല്ലേ, ആ 5 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഒന്ന് യൂസ് ചെയ്യാവോ? അല്ലാതെ പെട്ടെന്നൊരു കുട്ടി ഇങ്ങനെ വരികയാണ്, എന്നിട്ട് പറയാം ആ എല്ലാം നോർമലായിട്ട് നമ്മൾ പഴയ പോലെ അല്ല, അവിടെ പഴയ പോലെ അല്ല. അപ്പോൾ അതെന്തുകൊണ്ട് ഈ ചൈൽഡിനെ അവിടെ നിങ്ങൾ ഒരു ടീം മെമ്പറായിട്ട് കാണുന്നില്ല? അത് അപ്പം ചൈൽഡ് എന്ന് പറയുന്നത് വേറെ എന്തോ ആണോ? അത് ആ ചൈൽഡിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ചൈൽഡ് വാസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് പ്രോപ്പർലി. ദ ഫസ്റ്റ് ചൈൽഡ് വാസ് നെവർ ഈസ് നോട്ട് ഫീലിംഗ് ലൈക്ക് എ ടീം മെമ്പർ എനിമോർ. ഐ എം നോട്ട് ഇൻ ദിസ് ടീം. അവരാണ് ഇപ്പോൾ ടീമാവുന്നത്. കാരണം കുട്ടി നോക്കുമ്പോൾ അമ്മ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. സോ നൗ ദേ ബിക്കെയിം എ ടീം. ഞാൻ ഈ ടീമിൽ നിന്ന് ഔട്ടായോ, അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ? ഇതൊക്കെ നമുക്ക് ആദ്യമേ അഡ്രസ്സ് ചെയ്യായിരുന്നു. യു ഹാഡ് ഇനഫ് ടൈം. 9 months പ്രഗ്നൻസിക്ക് ശേഷം തന്നെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവും? നമ്മളിപ്പോൾ വളരെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എൻ്റെ വീട് ആ, അപ്പുവിൻ്റെയും. സോ അതിൽ ഇതേപോലെ തന്നെ മൂത്ത മകൻ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ആ വീട്ടിലെ എന്താ പറയാ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന അറ്റൻഷൻ എന്ന് പറയുന്ന ഒരാള്. പിന്നീട് കൊച്ചു വരുമ്പോൾ പിന്നെ എല്ലാ അറ്റൻഷനും അവിടേക്ക് പോയി എന്നുള്ളത് ഒരു കാര്യം. അപ്പം ഈ പല കേസുകളിലും നമ്മൾ ഈ ഫസ്റ്റ് കുട്ടിക്ക് സെക്കൻഡ് കുട്ടിയോട് വരുന്ന ഒരു അമർഷം, ഉം. അത് നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം? ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അത് വരുന്നതും അതുപോലെ അത് എങ്ങനെയാണ് ഒരു പാരന്റ് അതിൽ നിന്ന് രണ്ട് കുട്ടികളെയും ലൈക്ക് ഓക്കെ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, വി ഹാവ് ടു വർക്ക് ടുഗെദർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കാം. അതെ, ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ആ കുട്ടിക്ക് ഒരു എൽഡർ ചൈൽഡ് ആകാൻ പോകുന്നു പോലെ തോന്നണം. ഒരു അമ്മയ്ക്ക് ഞാൻ അമ്മയാകാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ വരാൻ പോകുന്നത് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു നറിഷ്മെൻ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഒരു നറിഷ്മെൻറ്റ് നീഡ്, പാൽ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും ഈ സെയിം ഈ കൊച്ചിന് വർക്ക് ചെയ്യും. ഓ ഞാനാണോ ചേട്ടൻ, ഞാനാണോ ചേച്ചി, ആ ചേച്ചി സ്ഥാനം ഇവിടെ വേറെ ആർക്കും ഇല്ല, ആ ചേട്ടൻ സ്ഥാനം ഈ ലോകത്തിൽ വേറെ ആർക്കും ഉള്ളൂ, യു ഹാവ് ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആ ശരിയാണല്ലോ, ഞാനല്ലേ ചേട്ടൻ, അച്ഛനും അമ്മയാണ്, ചേട്ടൻ ഇയാളാ, ചേച്ചി ഇയാളാ എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വൈ നോട്ട്, ദ പേഴ്സൺ ഈസ് ഓൾറെഡി എ ടീം മെമ്പർ. അപ്പം അത് കൊടുത്തിട്ടില്ല. അതിന് പകരം ആ പൊസിഷനിൽ നിന്ന് അയാളെ എടുത്ത് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് വേറൊരാൾ വരുന്ന പോലെ ഫീൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സോ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമുക്ക് അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾ ഈ കുട്ടിയെ വളർത്തിയിട്ടുണ്ടോ എന്നും കൂടിയുണ്ട്. കാരണം ചിലപ്പോൾ ഞാനിങ്ങനെ കളിയും പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് കമൻറ്റ് വരാറുണ്ട്, എൻ്റെ 5 വയസ്സുള്ള കൊച്ചിനെ വിളിച്ചിരുത്തി ഇതൊന്നും പറഞ്ഞാൽ പറ്റൂലെന്ന്. ആ കൊച്ചിന് ഇതൊന്നും മനസ്സിലാവില്ല, ഇത് ഒരുമാതിരി വലിയ ആൾക്കാരോട് സംസാരിക്കുന്ന നല്ല കൊച്ചുങ്ങളോട് സംസാരിക്കാനാണല്ലോ നീ ഇത് പറയണേ എന്നെനിക്ക് കമൻറ്റ് വരാറുണ്ട്. അവിടെ എൻ്റെ ചോദ്യം, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഈ കൊച്ചിനെ വളർത്തുമല്ലായിരുന്നോ? അപ്പോൾ ഈ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞല്ലേ വളർത്തുന്നത്? എങ്ങനെ വളർത്തി? അടിച്ചും തല്ലിയാണോ വളർത്തി? അപ്പോൾ അവിടെ തെറ്റിയില്ലേ? അപ്പോൾ രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് കൊച്ചിനെ ഏബിൾ ആക്കിയിട്ടില്ല. ആ 5 കൊല്ലം കൊണ്ട് ഏബിൾ ആക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, അറ്റ്ലീസ്റ്റ് ഇനിയാണെങ്കിൽ ആ കുട്ടിയോട് ടൈം എടുത്ത് സംസാരിച്ചിട്ട് വേണം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. ഈ നമുക്കൊരു സർട്ടൻ ഏജ് ഗ്യാപ്പ് ഉണ്ടോ? ലൈക്ക് ഒരു ഫസ്റ്റ് സിബ്ലിംഗ് സെക്കൻഡ് സിബ്ലിംഗ് അറ്റ്ലീസ്റ്റ് ഇത്ര ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ് എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് കുറേയൊക്കെ മാറ്റർ ചെയ്യും. ഇപ്പം പേരൻസ് വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി തന്നെത്താനെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ എടുക്കേണ്ട, നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറയുന്നില്ല, ദോശ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ കഴിക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഫിസിക്കലി ഏബിളായി. ടോയ്ലറ്റ് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാം, സ്വന്തമായിട്ട് കുളിക്കാൻ പഠിക്കുന്ന പോട്ടി ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പേരൻസ് കുറച്ചുകൂടെ ഫിസിക്കലി ഫ്രീ ആവുകയാണ്. ഫിസിക്കലി ഫ്രീ ആയി കഴിഞ്ഞാൽ അമ്മ ഫിസിക്കലി ഫ്രീ ആയി, അടുത്ത കൊച്ചിന് ഏബിളായി. പിന്നെ ഉള്ളത് ഈ സൈക്കോളജിക്കൽ പ്രിപ്പറേഷനാണ്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് ആ ടൈം തരും എന്നുള്ളതാണ് കാണിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഞാനടക്കം എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് രണ്ടാമത്തെ മോളല്ലേ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ലല്ലോ എന്നുള്ളൊരു
ഒരു പ്രയോറിറ്റി മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് പരിപാടികൾ. ഉം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാരിൽ ചിലപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ച ഓ, ചോദ്യമായിരിക്കും. അത്ര പേര്. അതെന്തുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്? അങ്ങനെ നമുക്ക് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് അച്ഛനും അമ്മയ്ക്കായാലും അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഉണ്ടോ ശരിക്കും? ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അത് ആ കുട്ടികൾ കറക്റ്റായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. അവരുടെ കുട്ടികൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അതങ്ങനെ ചോദിക്കുക. ചിലപ്പോൾ അത് ആ കുട്ടിക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെയും ആയിരിക്കാം. അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അതായത് നമുക്കിത് ജനറലിസ്റ്റിക് ആയിട്ട് മനുഷ്യന് ഇങ്ങനെ തോന്നുള്ളൂ, അങ്ങനെ മറ്റേതുപോലെ തോന്നില്ല എന്ന് പറയാൻ പറ്റും. ഇതെല്ലാം മെഷീൻസ് അല്ലല്ലോ. സോ ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു ഫേവറിറ്റിസം ചിലപ്പോൾ ഉണ്ടാവും. അത് തെറ്റാണ് ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി മതി. മറ്റേ കുട്ടീനെ ഫേവറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ലെന്ന് ഇപ്പോഴേ അറിയാമല്ലോ, പിന്നെ എന്തിനാ കൊണ്ടുവരണേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെ മനസ്സുകൊണ്ടില്ല. പക്ഷേ കുട്ടിക്ക് അങ്ങനെ കൺവേ ആവപ്പെടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ കുട്ടികൾ ഇന്ന് മാത്രമല്ല സിബ്ലിംഗ് ആയിട്ടിരിക്കേണ്ടത്. ഇവർ സിബ്ലിങ്സാണ് ഇനി ലൈഫ് ലോങ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ലോകത്തിലും അവർ സിബ്ലിങ്സാണ്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇവർ നാളെ സിബ്ലിങ്ങിനെ പോലെ നിങ്ങൾ എന്താണ് ഒരു സിബ്ലിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കണേ? മറ്റേ ആൾക്കും ഇയാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടല്ലേ? അതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ട് നിങ്ങൾ എന്നിട്ട് കൂട്ടുകാരെ പോലെയാണോ അവർ വെച്ചിരിക്കണേ? അതോ അവർ നിന്നെ എനിക്കറിയാം എന്ന് ചിന്തിക്കണ ആളാണോ മനസ്സിൽ? അത് പാടില്ലായിരുന്നല്ലോ. അവിടെ ഈ രണ്ട് അഡൽസ് എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ അങ്ങനെ ഒരു ഫേവറിറ്റിസം തോന്നിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ നമ്മൾ ഈ രണ്ട് പിള്ളേരെ വളർത്തും? ഫേവറിറ്റിസം എന്തിനു തോന്നിപ്പിക്കണം? ഇപ്പം അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവുമായിട്ട് വന്നിട്ട് മൂന്നാമത്തെ കൊച്ചു വരുമ്പോൾ എന്തിനാ അവിടെ അച്ഛനും അമ്മയ്ക്ക് അമ്മയോ ആണോ അമ്മയ്ക്ക് അച്ഛനെയാണോ ചോദ്യം വരുന്നില്ലല്ലോ. സിബ്ലിങ് വന്നപ്പോഴല്ലേ ഈ റൈവൽറി വന്നേ. അപ്പം വൈ വാസ് ദാറ്റ് ഈവൻ ഹാപ്പനിങ്? അച്ഛനും അമ്മയും മാത്രം നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു സാധനം ഒരു പുതിയ മനുഷ്യൻ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായേ? അപ്പം അവിടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരുന്നു. ഫോർത്ത് പേഴ്സൺ വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ തെറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. ആ ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ സിബ്ലിംഗ് റൈവൽറി ഇല്ലാത്ത വീടുകൾ പൂജ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെന്താ അങ്ങനെ? അപ്പം അവിടെ അതില്ലായിരുന്നു. ആ ചൈൽഡ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്നു എന്ന് തന്നെയല്ലേ. വലുതായി കഴിഞ്ഞതിന് ശേഷം സിബ്ലിങ്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ചേച്ചി അനിയത്തിയും ചേട്ടനും അനിയനും ഒക്കെ നമ്മൾ കാണാറില്ലേ? ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ. അവർ ഫ്രണ്ട്സ് ആണോ സിബ്ലിങ്സ് ആണോ നമുക്ക് കൺഫ്യൂഷൻ തോന്നിപ്പോവും. ഒരേ ഗ്യാങ്ങിൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, ഓ എൻ്റെ ചേച്ചി അനിയത്തി എൻ്റെ ഗ്യാങ്ങിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണവരും ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ ഗ്യാങ് എന്ന് പറയണവരും ഉണ്ട്. ഓ അവളില്ലാത്തൊരു ഗ്യാങ്, അവനില്ലാത്തൊരു ഗ്യാങ്, അതില്ല. ഞാനും എൻ്റെ അതെന്താ അപ്പം അതെന്താ? അതും ഈ ലോകത്തിലല്ലേ നടന്നേ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുള്ളത്, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റർ സിബ്ലിംഗ് റിലേഷൻഷിപ്പിനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബ്രദർ പൊതുവേ നമ്മളൊരു മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ബ്രദർ അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ഒരു റിലേഷൻഷിപ്പായിട്ട് കാണാറുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് അധികം സംസാരിക്കാറില്ല എന്ന് പലരും ഞാൻ പറയണ കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ചേച്ചി അനിയത്തിമാരാണെങ്കിൽ പൊതുവെ അപ്പോൾ അവർ ഡ്രസ്സ് ഷെയർ ചെയ്യാറുണ്ട്, കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഗോസി പഠിക്കാറുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടനും അനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു ഫാർ ഇതിലാണ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ജനറലിസ്റ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. അത് നേരെ തിരിച്ചുമുണ്ട്. ചേട്ടനും അനിയനും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാങ് മെമ്പേഴ്സ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അനിയനും ചേട്ടനും ആണെന്ന് പറഞ്ഞറിയിക്കണം. എന്ന് വെച്ചാൽ സാധാരണ സമൂഹത്തിൽ ഇപ്പോൾ പൂജ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവർ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടായി ട്രോളണേന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയണേ അവർ ചേട്ടനും അനിയനും ആയിരുന്നോ? എങ്ങനെ അവർക്ക് ഈ ട്രോളാനുമുള്ള ആ ഒരു സ്പേസിൽ എന്നാൽ അത്ര അറ്റാച്ച്ഡും ആണ്. അത് അവരുടെ വീട്ടിൽ പോയാൽ കാണാൻ പറ്റും. അവരെല്ലാവരും ട്രോളുന്നവരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഫ്രണ്ട്ഷിപ്പ് വീട്ടിൽ നിന്ന് തുടങ്ങിയതാ. അത് അവർ പുറത്ത് വന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. പക്ഷേ പൂജ പറഞ്ഞാൽ ശരിയാ, വളരെ റെയറാണ്. അതെന്താണ് ബ്രദർ കണക്ഷൻ അവിടെ? അല്ലെങ്കിൽ ഈ പാരന്റ്സ് അഡീഷണലി വർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ? രണ്ട് അൺലേൺ ആൺകുട്ടികൾ ചെയ്താൽ മതി. അഡീഷണലി വർക്ക് ചെയ്യാതിരിക്കാവോ? എന്നാ അത് നാച്ചുറലി നടന്നു കിട്ടും. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്ത കുട്ടി. ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട്. സോ ടോട്ടൽ 3 പിള്ളേരാണ്. അപ്പോൾ ഞാൻ പൊതുവെ എനിക്കൊരു ഡ്രസ്സ് മേടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് പ്രായത്തിൽ കഴിഞ്ഞാൽ അത് ഫിറ്റ് ആവില്ലെങ്കിൽ എൻ്റെ അനിയത്തിക്ക് പോകും. അനിയത്തിക്ക് പോയിട്ട് കുറച്ച് കാലം പിന്നെ ഫിറ്റ് ആയില്ലെങ്കിൽ അത് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിക്ക് പോകും. അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാ പരിപാടികളും അങ്ങനെയാണ്. അപ്പോൾ പൊതുവെ ഇപ്പം എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയത്തി പറയാറുണ്ട്, ഓ എനിക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ല, ചേച്ചി ഇട്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ എനിക്കും കിട്ടാൻ പോകാന്നുള്ളത് ഫണ്ണായിട്ടാണ് ഞങ്ങളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് ആക്ച്വലി പിള്ളേരുടെ മീൻസ് ഈ നമ്മൾ ഈ കൊടുക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായാൽ പോലും ഇത് അവരെ മെൻ്റലി അല്ലെങ്കിൽ അവരെ സൈക്കോളജിക്കലി എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? പിന്നെ ഉറപ്പല്ലേ. അതേസമയം ഈ പറയുന്ന അനിയത്തി കൊതിയോടെ വന്നിട്ട് ചേച്ചി എനിക്ക് ആ ഡ്രസ്സ് തരുമെന്ന് ചോദിച്ചിട്ടിരുന്നെങ്കിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുമോ?
ഉണ്ടാവില്ല. അയാളത് ചോദിച്ചു മേടിക്കാത്തതും അയാൾക്കത് കൊടുത്ത് ഇടിയിപ്പിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. വെൻ സംബഡി ഈസ് ഫോഴ്സ്ഡ് ടു ഡു സംതിങ് ഒബ്വിയസ്ലി ദാറ്റ് ക്രിയേറ്റ്സ് എൻ ഇൻസെക്യൂരിറ്റി. വൈ? ആ കുട്ടിക്ക് അത് സ്വന്തമായിട്ട് വാങ്ങാനുള്ള പൈസയോ പ്രായമോ ആകാത്ത സമയത്ത് അത് ഫോഴ്സ് ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ആ കുട്ടി ആ ചേച്ചിയുടെ ടീം മെമ്പർ ആണെന്നും ചേച്ചിയെ കണ്ടു വളരുന്നൊരു കുട്ടിയാകുമ്പോൾ ഇവരാരും ഒന്നും പറയാതെ ചേച്ചി എടുത്താൽ ചേച്ചി ഇത് ചെറുതായില്ല ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാണ് പൂജയുടെ അത് വാങ്ങിയിരുന്നെങ്കിലോ? how would that chemistry change? Yeah, it will be a friendship kind of thing. Yeah. Yeah. Now you don't force anything on to Yeah. her. The parents never said ഞങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റില്ല. ഇതാണ് സ്വയം ചോദിച്ചു മേടിച്ചാന്നേ. അപ്പം ഇൻസെക്യൂരിറ്റി ബിൽഡ് ആവില്ല. അപ്പം എവിടെയോ അവിടെ ആ അങ്ങനെ ആയിരിക്കില്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടുണ്ടാവുക. അത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് ആസ്ക്ഡ് ദം, ലൈക്ക് ഇഫ് യു വാണ്ട് ടു വെയർ ഇറ്റ് അതർവൈസ്. അതെ, അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമല്ല പൂജ, ദ എൻറ്റയർ കെമിസ്ട്രി എന്ന് പറയുന്നത് ആ ചോദ്യം വരെ എത്തേണ്ട ആവശ്യം പോലും ഇല്ല. അത് ഭയങ്കര നാച്ചുറലി ഫ്ലോ ചെയ്യും വീട്ടിൽ. ആ നാച്ചുറൽ ഫ്ലോനെ എവിടെയോ തട്ടിയിട്ട് നീ ഇത് ഇടേണ്ടത് ഇത്ര മതി, നിനക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് നിർത്തുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുക, എന്താ എനിക്ക് അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ആ സാധനം നമ്മളിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ടോണ്ടാ. അത് ഞാൻ ചോദിച്ചു മേടിച്ച ഒരു സാധനമാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇൻസെക്യൂരിറ്റി വരില്ല. അതെൻ്റെ ചോയ്സ് ആയിരുന്നു. ഇപ്പം എൻ്റെ സിബ്ലിങ്, ഇപ്പം എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുടെ ഞാനും 2 വയസ്സ് വ്യത്യാസമുള്ളൂ. പക്ഷെ ബട്ട് സ്റ്റിൽ എൻ്റെ അമ്മ എപ്പോഴും പറയണ കാര്യമാണ് ചേച്ചിന്ന് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തുടങ്ങുന്ന ടൈമിലും ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ ചേച്ചിന്ന് വിളിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ എന്നെ ചേച്ചിന്ന് തന്നെ വിളിക്കണം. ചില സമയത്ത് അവൾക്ക് ദേഷ്യം വരുമ്പോൾ പോടി അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ആ ഒരു ഹൈറാർക്കി, ആ ഒരു സാധനം ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് പോകെ എനിക്ക് അവൾ ചേച്ചിന്ന് വിളിക്കേ വേണ്ട, നിന്റെ പേര് വിളിച്ചോന്ന് ഞാൻ എൻ്റെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പറയാം അതെന്താ ചേച്ചിയാണെങ്കിൽ ചേച്ചിന്ന് വിളിക്കണമെന്ന്. അങ്ങനെ ആ ഒരു ഹൈറാർക്കി ഉണ്ടാക്കൂല. ദിസ് ഇസ് ലൈക്ക് ഇവർ എൽഡർ ആണ്, നീ യങ്ങറാണ്, സോ യു ക്യാൻ ബിഹേവ് ഇൻ സച്ച് വേ. എനിക്ക് വേണമെങ്കിൽ ഇതെടുത്തതാന്ന് എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറയാം. പക്ഷെ എന്താ പറയുക, അനിയത്തിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വീട്ടിലെ അതൊരു പ്രശ്നമായിട്ട് മാറും. ഇങ്ങനെ ഒരു ഹൈറാർക്കി സെറ്റ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. അതിനകത്ത് ഈ പറയുന്ന ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈക്വാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ടീം വർക്ക് നടന്നിട്ടില്ല. ചേച്ചീനെ ചേച്ചിയായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടല്ല പഠിപ്പിക്കണ്ടേ. ചേച്ചിയാണല്ലോ, ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ട ആളെന്നാ പറയണ്ടേ. ഈ കുട്ടിക്ക് എന്തെങ്കിലും കാര്യം ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കാനും എൻകറേജ് ചെയ്യാനും അപ്രിഷിയേറ്റ് ചെയ്യാനും ചേച്ചി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഓട്ടോമാറ്റിക്കലി ചേച്ചി തന്നെ നോക്കി ചേച്ചിന്ന് വിളിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. അല്ലെ ചിലപ്പോൾ എടി ചേച്ചി എന്നൊക്കെ വിളിക്കും. അതും ഒരു ഫണ്ണായിട്ട് തന്നെ കാണുന്ന ചേച്ചിയായിരിക്കണം അത്. അല്ലാതെ വേറൊരാൾ അവിടെ നിന്നിട്ട് ചേച്ചിന്ന് വിളിക്കൂ, അനിയത്തിന്ന് വിളിക്കൂ, ചേച്ചിക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കൂ, ചേട്ടന് സാധനങ്ങൾ എടുത്തു കൊടുക്കൂ, ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. എന്തിന്? No, I don't want that. I don't want anyone to instruct me. Do you like instructions? I don't. We never like instructions. But when somebody behaves, പൂജയോട് നല്ലതായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളെ, പൂജേനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, പൂജയുടെ കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന ആളെ പൂജ നന്നായിട്ട് കാണുന്നു ഇനി ഞാൻ പറയണോ? വേണ്ട. So that naturally flows. You always felt that your sibling was a team member. അല്ല, അനിയത്തിക്ക് തോന്നുക ഒരു ചേച്ചി എൻ്റെ ലൈഫിൽ വന്ന എത്ര നന്നായി. അങ്ങനെ ചിന്തിക്കണ അനിയത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. കാരണം അനിയത്തി പിന്നെ വന്നേ, ഫാമിലി അവിടെ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാതെ വന്നു കഴിയുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് റൂള് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനും ഇൻസെക്യൂർ ആയി. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് കൊടുക്കുമല്ലോ, എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാനും ഭാരം വയ്ക്കും. ഈ ഇൻസെക്യൂരിറ്റി എനിക്ക് പാടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഫ്രീ ആയിരിക്കണം. എൻ്റെ ചുറ്റും നിൽക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം, സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം, ഭയങ്കര ഫണ്ണായിരിക്കണം വീട്. അപ്പം എനിക്ക് പിന്നെ ചേച്ചി ചേട്ടൻ എടോ പപ്പ എന്നൊക്കെ ചിലപ്പോൾ വിളിക്കും നമ്മൾ, എടോ അമ്മേ, അത് വല്ലപ്പോഴും വിളിക്കുക. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണ ആ സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും, അല്ലേ? അതെ. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരണമെന്ന് അറിയില്ല. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് ദാറ്റ്, ഇപ്പം നമുക്ക് ആദ്യത്തെ ഒരു കുട്ടി നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പ്രഗ്നൻ്റ് ആയി കുട്ടിക്ക് ബർത്ത് കൊടുത്തു. രണ്ടാമതൊരു കുട്ടീനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം വാട്ട് ഷുഡ് ബി അവർ പ്രിഫറൻസ്? അതായത് നമുക്ക് രണ്ടാമത്തെ കുട്ടീനെ വേണം എന്നുള്ളതാണോ, അതോ ഈ കുട്ടിക്ക് നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് ഒരു കമ്പാനിയനും കൂടെ വേണമെന്നുള്ളത് ആണോ പ്രിഫറൻസ് ആയിട്ട് വരേണ്ടത്? അത് എഗെയിൻ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ കുട്ടി ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡിൽ വണ്ടികളൊന്നുമില്ല. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അമ്മേ റോഡ് നല്ല രസമുണ്ട് കാണാൻ, ഞാൻ ഇതിൽ കൂടെ ഓടിക്കോട്ടെ? അപ്പോൾ കൊച്ചിനെ സംബന്ധിച്ചോളം പാർക്ക് കാണാനും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ്. റോഡ് കാണുമ്പോഴും ആരുമില്ല, നല്ല ക്ലീനായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്ന റോഡാണ്. പക്ഷേ ഇത് റോഡാണെന്നും മറ്റേത് പാർക്കാണെന്നുള്ള ധാരണ എനിക്കുണ്ട്.
അത് കുട്ടിക്കില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ അഡൾട്ട് ആയതുകൊണ്ടും ഞാൻ ഈ ലോകത്തിൽ പൊതുവേ ജീവിച്ച് കുറച്ച് നാളായതുകൊണ്ടും ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കുട്ടിക്ക് ആ ധാരണയോ ആ ലേണിങ്ങോ വന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു കമ്പാനിയന് വേണ്ടി ആ കുട്ടി ചോദിക്കുന്നത് കുട്ടിയുടെ ലെവൽ ഓഫ് ലോകത്തെ മനസ്സിലാക്കൽ വെച്ചിട്ടാണ്. പക്ഷെ ഈ രണ്ടാമത് വരുന്ന കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. ആ കുട്ടീനെ സ്കൂളിൽ വിടേണ്ട ആ ചിലവ് നമുക്കാണ്. ഈ കുട്ടിയെ വളർത്താൻ സമയത്ത് വരുന്ന ദേഷ്യം, നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആദ്യത്തെ കുട്ടിക്ക് ഫിസിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോഴും വാരി കൊടുക്കുന്ന പ്രായമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോട്ടി ട്രെയിനിങ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതൊക്കെ നമുക്കേ അറിയുള്ളൂ. ആദ്യത്തെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. കുട്ടിയെ നോക്കുമ്പോൾ എന്താ അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കളിക്കാൻ എന്തായാലും അനിയത്തി വന്നു, അല്ലെങ്കിൽ അനിയൻ കുട്ടൻ വന്നു, എനിക്ക് വരുന്നില്ല. ഇയാൾക്ക് ഇത്രേ ആ ലെവലേ ഉള്ളൂ. അയാളുടെ ചിന്തകൾ അത്രേ വളർന്നിട്ടുള്ളൂ. അയാൾ കമ്പയർ ചെയ്യണം അയാളെ പോലെ തന്നെ വേറൊരാളുമായിട്ടാണ്. പക്ഷെ അവിടുത്തെ അഡൾട്ട് ആരാ? അച്ഛനും അമ്മയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് ഇവർക്ക് ഇതിനുള്ള ബാക്കിയുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ആയോ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ വൈ നോട്ട്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ പൊതുവേ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് എവർ പൊസിഷൻ യു ആർ ഓർ വാട്ട് എവർ യു ആർ ഡൂയിങ്, യു വിൽ ബി കമ്പയർ ടു എനിബഡി എൽസ്, ആരെങ്കിലും ആ ഒരു ഇതിൽ ഉള്ള ആൾക്കാർ. അതേപോലെ തന്നെ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിബ്ലിങ്സിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ അനിയത്തി ഇപ്പം നന്നായി ഡാൻസ് കളിക്കുന്നു എന്തുകൊണ്ട് നിനക്കിത് പറ്റുന്നില്ല, ചേച്ചി നന്നായി സ്കോർ ചെയ്യുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് പഠിത്തത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കമ്പാരിസൺസ് ആക്ച്വലി ഓരോരുത്തരുടെ ടാലൻ്റ് ആയിക്കോട്ടെ, അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള കമ്പാരിസൺസ് വരുന്ന സമയത്ത് ആ കുട്ടി അത് ബിലീവ് ചെയ്യാനും തുടങ്ങും എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അതായത് പാട്ട് പാടാനുള്ള കഴിവ് ചേച്ചിക്കുണ്ടല്ലോ, നിനക്കെന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു കാര്യം, ആ കുട്ടിയുടെ ഡാൻസിനുള്ള കഴിവ് ചിലപ്പോൾ ഉള്ള കുട്ടിയായിരിക്കും, അതില്ലാണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് ഡാൻസ് കളിക്കാൻ കഴിവുള്ള കൊച്ചിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അയ്യോ എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല, അപ്പം എനിക്ക് കഴിവില്ല. ആ കഴിവില്ലായിരുന്നോ? അത് തന്നെയാണ് നമ്മൾ പറയില്ലേ, എന്താ തെങ്ങ് കയറുന്ന എന്തോ പറയുമല്ലോ, ഇന്ന ആളെ കൊണ്ട് പാട്ട് പാടുക്കാൻ, ഇത് തന്നെ. അതായത് മനസ്സിലായി. ഡാൻസ് കളിക്കാൻ ഇതുള്ള ഒരാളെ കൊണ്ട് പാട്ട് പാടിക്കാൻ അണ്ണാനെ ശ്രമിക്കുമ്പോൾ കൊണ്ട് മരം കയറ്റം അങ്ങനത്തെ ഒരു അതാണ് എന്ന് പറയണ പോലെ അയാളുടെ കഴിവുകൾ കണ്ടിട്ട് ഇയാളെ നമുക്ക് എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ, ഈ കുട്ടി പുറം ലോകത്തിലേക്ക് ഒരു അഡൽട്ടായിട്ട് വരുമ്പം ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാന്ന് ചിലപ്പോൾ ചിന്തിച്ചു. കോൺഫിഡൻസ് ഇഷ്യൂസ് വരികയാണ് അവിടെ. അതേസമയം ചേച്ചിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്നത് പോലെ ഈ കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാനോ ഡാൻസ് കളിക്കാനോ ഉള്ള കഴിവുണ്ട് എന്നാണ് ഇവർ പറഞ്ഞെങ്കിലോ, ആ കുട്ടി നാച്ചുറലി ബിക്കംസ് എ കോൺഫിഡൻറ്റ് ചൈൽഡ്. കാരണം ഇത് പറയുന്നത് അപ്പുറത്തോ ഇപ്പുറത്തോ വീട്ടിലുള്ളവരല്ല, ഞാൻ ട്രസ്റ്റഡ് അഡൾട്ടായിട്ട് കാണുന്നവരാണ് പറയുന്നത്. അതായത് എൻ്റെ പേരൻസാണ് പറയുന്നത്. അവർ ഈ വാക്കുകൾ പറയുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് എൻ്റെ തലയ്ക്കകത്ത് വരും. വേറൊരാൾ പറയണ പോലെ അല്ല. വേറൊരാൾ പറയുമ്പോൾ പോലും ഇപ്പം എന്നെ പൊതുവേ നന്നായിട്ട് എൻകറേജ് ചെയ്താണ് വീട്ടിൽ നിന്ന് വളർത്തണമെന്ന് വിചാരിക്കുക. നന്നായിട്ട് ഡാൻസ് കളിക്കണ ഒരാളാണ് ചേച്ചി, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, ഇങ്ങനെയാണ് ഇവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, ചേച്ചിയെ പോലെ ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ അറിയില്ല അല്ലേ, ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമല്ലോ, ഞാനതിൽ ഹാപ്പി ആണല്ലോ എന്നാ. അതേസമയം ഈ ചേച്ചീനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇൻസെക്യൂർ ആക്കിയ ഒരു കൊച്ചിനെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ആ മൂന്നാമത് ആൾ വന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി ചമ്മും, അവിടെ നിന്നിട്ട് വല്ലാണ്ടാവും. അറിയാം, ശരി, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എൻ്റെ അമ്മയും പറയാറുണ്ട് ഇത് തന്നെ, അച്ഛനും പറയാറുണ്ട്, ചേച്ചിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് ആ കഴിവില്ല. ഈ കുട്ടിക്ക് മറ്റേ ആൻസർ വന്നില്ല. ഞാൻ ഡാൻസ് കളിക്കുന്ന കുട്ടിയാണല്ലോ എന്ന് പറയുന്ന ആൻസർ എന്തുകൊണ്ട് വന്നില്ല? നോബഡി ടോൾഡ് ഹെർ ഷീ വാസ് ഗുഡ്. അപ്പോൾ ആ ട്രെയിനിങ് വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്ര അടിച്ച് താഴ്ത്താനും സപ്രസ് ചെയ്യാനും ശ്രമിച്ചാലും ഇവർ പൊങ്ങി വരും. കാരണം ഇവരുടെ പാരൻറ്റിങ് നമ്മളൊരു അടിത്തറ, അത് സൂപ്പറാ. പിന്നെ എവിടെ കൊണ്ടിട്ടിട്ടും കാര്യമില്ല, താൻ അയാളെ എങ്ങനെ ഷെയിം ചെയ്തിട്ടും കാര്യമില്ല. അവർ നിങ്ങളെ നോക്കി ചിരിക്കും, ബിഹേവ് ചെയ്യാൻ അറിയില്ല അല്ലേ, സമൂഹത്തിൽ വന്നിട്ട് ഒരാളെ ഇങ്ങനെ കളിയാക്കിയിട്ട് സംസാരിക്കണം, അതെന്ത് രീതി എന്ന് ചിലപ്പോൾ ഞാൻ പറയില്ല. കാരണം എനിക്ക് അവർ കളിയാക്കിയിട്ട് എനിക്ക് മോശമാവണ്ട. പക്ഷെ ഞാൻ മനസ്സിലോട്ട് ചിന്തിക്കും, കഷ്ടം. ഒരാളെ കണ്ടാൽ വേറൊരാൾ ഡാൻസ് കളിക്കാൻ കണ്ടിട്ട് പറയാം, തനിക്ക് അറിയില്ല, എനിക്കറിയില്ല, അതിനെന്താ, ഞാൻ ഓഡിയൻസ് ആയിട്ട് ഇരിക്കാൻ ആൾക്കാർ വേണ്ട ഇവിടെ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പൊതുവെ പുറത്തുനിന്ന് ഒരു അറ്റാക്ക്, ഇഫ് യു ആർ കമ്മിങ് ടു യുവർ ഹോം മീൻസ് വരികയാണെങ്കിൽ, ഇഫ് ഇറ്റ്സ് കമ്മിങ് ടു യുവർ ഹോം, എന്താ പറയുക, നിങ്ങളതൊരു ടീമായിട്ട് തന്നെ അതിനെ തിരിച്ച് ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും
എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത്. അതായത് ഇപ്പൊ സ്വന്തം മക്കളെ തന്നെ കമ്പയർ ചെയ്ത് പുറമേന്ന് ഒരാൾക്കാർ അവർ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കമ്പാരിസൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇവിടെ സംസാരിക്കരുത് എന്ന് പറയാനുള്ള ഒരു ബാധ്യതയും പാരൻസിനില്ലേ? പാരന്റ്സ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കാരണം കുട്ടികളിലേക്ക് ആ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് കവചങ്ങളായി മാറണം. അങ്ങനെ സംസാരിക്കണ്ട കുട്ടിയുടെ അടുത്ത് എന്ന് നമുക്ക് പറയാം. അല്ലാതെ ഇങ്ങനത്തെ കളിയാക്കലുകളും കാര്യങ്ങളും വരുമ്പോ ഒക്കെ നമ്മുടെ ഗസ്റ്റ് അല്ലേ എന്ന് വെച്ച് നമ്മള് അത് ഒന്ന് ചിരിച്ച് അല്ല, ഒരിക്കലും ഞാൻ ഒഫൻഡ് ചെയ്ത് സംസാരിക്കണമെന്നും പറയില്ല. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടത് നോ എങ്ങനെ പറയണമെന്നുള്ളതാണ്. അപ്പൊ എനിക്കത് സ്വീറ്റ് ആയിട്ടും പറയാമല്ലോ. അതെ ആ കുട്ടിയോട് അങ്ങനെ പറയണ്ട, ഞങ്ങൾ അങ്ങനെ പറയാറില്ല. പറയില്ല. അപ്പൊ അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്ക് അറിയണ്ട. എന്റെ കുട്ടിയോട് പറയണ്ടെന്നാ ഞാനാ പറഞ്ഞേ. അതെ ആക്ച്വലി അത് പറയണം എന്നല്ല. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ മുത്തശ്ശി കഥകൾ കുറേ കേട്ട് വളർന്നിട്ടുള്ള, ഇപ്പോൾ ചിലപ്പോൾ മേ ബി ഐ ഡോണ്ട് നോ ഇപ്പം എങ്ങനെയാണെന്നുള്ളത്, ഞാനൊക്കെ ആക്ച്വലി കേട്ടിട്ടൊക്കെ ഉണ്ട് കുറേ. എൻ്റെ അമ്മ എനിക്ക് ഫുഡ് തരുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മർത്തിരുന്നിട്ടാണ് നമുക്ക് ഫുഡ് തരിക. അപ്പോൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ കുറേ പാടവും മലയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പറയും ആ മലയുടെ മേലെ നിന്ന് ഒരു സിംഹം എപ്പോൾ ചാടി വരും, വേഗം കഴിച്ചെന്ന് പറയും. അങ്ങനെ ലിറ്ററലി ഞാനിത് എല്ലാവരോടും പറയും. ഞാൻ ആ സമയത്ത് ഞാനൊരു സിംഹത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഞാനതവിടെ കണ്ടു എന്നാണ് എൻ്റെ ഒരു മനസ്സിലപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മയുടെ പിന്നീട് എനിക്ക് പേടിയാവും, അയ്യോ അത് വരുമോ എന്ന് വെച്ചാൽ ഞാൻ വേഗം കഴിക്കും. അപ്പം ഇങ്ങനത്തെ പിന്നെ ഈ കുറേ അമ്മമാർ ഈ നാട്ടിൻ പ്രദേശങ്ങൾ കണ്ട് ഈ തെയ്യത്തിനൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്ന ഉണ്ട്. ഈ തെയ്യം വന്നാൽ അതിങ്ങനെ ഭയങ്കര പേടിയാണ്, അങ്ങനെ കുറേ ഫോബിയ വന്നിട്ടുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുകയും എന്നിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് വരുന്നത്? കുട്ടികൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇരുട്ടിനെ പേടി വരും. പിന്നെ ഇതുപോലെയുള്ള ആക്ഷൻസും ആക്റ്റും ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ പേടി വരും. ഒബ്വിയസ് ആണ്. അത് പിന്നീട് ഒരു ആൻസൈറ്റി ലെവലിലോട്ടൊക്കെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാൽനറിഷ്ഡ് ആണ്. അത് ഏത് രോഗത്തിലേക്ക് പോകുന്നു കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാവും. വൈ ഡോണ്ട് യു പ്രിഫർ സെയിങ് സം ഇമാജിനറി സ്റ്റോറീസ് ലൈക്ക് നക്ഷത്രങ്ങളെ കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആണ്, അവിടെ ചിലപ്പോൾ നമ്മളെ പോലത്തെ മനുഷ്യരുണ്ടാവും, അവിടെ ഒരു പ്ലാനറ്റ് ഉണ്ടാവും. ഐ ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞത്. പക്ഷേ വേറെയും പറയാമല്ലോ. നമുക്കിങ്ങനെ ഇപ്പം ഒരു കിളിയെ കണ്ടാൽ നമുക്ക് പറയാം ആ കിളി ഇപ്പം എന്തായിരിക്കും ആലോചിക്കുക. വാട്ട് ഐ ട്രൈ ടു ഡു ഇസ് ടു ഡെവലപ്പ് ദെയർ ഇമാജിനേഷൻ. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പം എനിക്കറിയാവുന്ന കഥകളാണ് ഞാൻ പറയുക. പക്ഷെ വേറൊരാൾക്ക് അതിനേക്കാളും ക്രിയേറ്റീവായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും. അപ്പം മൂണിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഊഞ്ഞാലുണ്ടാവുമോ. ദീസ് ആർ ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് വിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഇൻറ്റൻഷനൊന്നുമില്ല. ആ കുട്ടി ചോറിനണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ എൻ്റെ കുട്ടിയായിട്ട് കഥ പറയുകയാണ് എന്ന് പറയണ ആ ടാസ്കേ എനിക്ക് അവിടെ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് എനി അതർ ടാസ്ക് ഇൻ ബിറ്റ്വീൻ. ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് ചോറിനെ കുറിച്ച് തന്നെ സംസാരിച്ചിട്ടാണ്. ഇത് ചോറ്, ഇത് തൈര്, ഇത് കറി, ഇത് പ്രോട്ടീനാണ്, അത് കാർബാണ്, ഇങ്ങനെയൊക്കെ മാക്സിമം പറയുമായിരിക്കും. ഞങ്ങൾ കഥ പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ കഥയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ശരിക്കും എൻ്റെ കഥ തീർന്നു. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ നിന്ന് വായിച്ചു വയ്ക്കും ബെഡ് ടൈം സ്റ്റോറീസ്. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഇമാജിനേഷനും കൂടെ മിക്സ് ചെയ്യും. പിന്നെ പാട്ട് പാടും അതിൻ്റെ ഇടയിൽ. അങ്ങനെ പാട്ടും കഥയും. അപ്പോൾ ഇത് ആ സമയത്തിൻ്റെ ഉദ്ദേശം ഈ ആളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അത് ആ കഥ. അപ്പം എന്നിട്ട് ഞാൻ പറയും ഈ കഥയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഐ ജസ്റ്റ് വോണ്ട് ടു ചെക്ക് ഇയാൾക്ക് ഇമാജിനേഷൻ വർക്കായി. അപ്പൊ ആളതിൽ കൂടുതൽ അവർ ഡൈനോസർ വന്നാൽ എങ്ങനെ ഉണ്ടാവും മൂണില്. അവൻ അത് കൊള്ളാം. വി ടേക്ക് ഇറ്റ് ഫോർവേഡ് ഫ്രം ദെയർ. അപ്പോൾ കഥ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ അഡൾട്ട്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ കഥ പറയുന്നതിൻ്റെ ഉദ്ദേശം കഥ പറയുക എന്നുള്ളത് മാത്രമായിരിക്കണം. അപ്പം ഓക്കെ, ഇൻറ്റൻഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് എൻ്റെ കുട്ടിയുടെ ഇമാജിനേഷൻ ഒന്ന് വളർത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഏതൊരു അമ്മയെ പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അതായിരിക്കില്ല നാളെ അവരാകാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ സമയം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് നാളെ സന്തോഷം തോന്നണം. ഞാൻ ഇങ്ങനത്തെ കഥകൾ പറഞ്ഞിരുന്നുണ്ട്. എവ്രിവെയർ ആയി ടെലിം ഞങ്ങൾ സ്ഥിരം പാടുന്ന പാട്ടാണ് അമ്പോറ്റിയെ നീ കണ്ടുകൊണ്ടുറങ്ങുമ്പോൾ. അതുപോലെ അങ്ങനെ പറയാം. അപ്പോൾ എവിടെ ചെന്നാലും അമ്മ അവിടെ കാത്തൊരു അമ്മ ഇരിപ്പുണ്ട്. ഓൾവേസ് ലൈക്ക് മൂണിലെത്തുമ്പോഴും അവിടെ അമ്മ ഉണ്ടാവും. അപ്പൊ നൗ മൈ ചൈൽഡ് സേസ് എല്ലായിടത്തും അങ്ങനെ ഇരിക്കണ്ട, എവിടെ ചെന്നാലും അമ്മ ഞാൻ മൂണിന് പോകുമ്പോഴും അവിടെ ഇരിക്കണ്ട. ലൈക്ക് അതും ശരിയാണ്. there is a time where the child has to detach from you. അപ്പൊ വിഷമത്തോടെയും ഞാനത് സമ്മതിക്കും. ശരിക്കും ഞാനവിടെ ഉണ്ടാവൂല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പം ചോദിക്കാം അമ്മ ലോകത്തിലുണ്ടാവില്ലേ? അമ്മ ലോകത്തിലുണ്ടാവും. wherever you go you can always come back to me. അപ്പോൾ പിന്നെ ആ സംസാരം വേറെ രീതിയിലോട്ട് മരണത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കും, മരിച്ചു പോവോ? You can always make such conversations with your child and you don't know where they take you. അത് ഭയങ്കര രസമാട്ടോ. നമ്മൾ വിചാരിക്കുന്നത് travel with them. you just travel with them with the story.
യു ഡോണ്ട് നോ വേർ ദ സ്റ്റോറി ഈസ് ഗോയിങ്. Yeah. പിന്നെ നമ്മൾ ഉറക്കം വരുമ്പോൾ നമ്മൾ ഇനി നമുക്ക് ഉറങ്ങിയിട്ട് ഇതിന്റെ ബാക്കി നാളെ നാളെ. പക്ഷെ പലപ്പോഴും ഇങ്ങനത്തെ സ്റ്റോറികളിൽ ഇരയാവുന്നത് അച്ഛന്മാരാണ്. ലൈക്ക് അച്ഛൻ വന്ന പറയട്ടോ, അച്ഛൻ അയ്യോ, വന്നേന്, അതാ അച്ഛൻ ഞാൻ പറഞ്ഞ അവിടെ വന്നേന്. അമ്മയുടെ ഇന്റൻഷൻ എന്താണ് കഥ പറയുമ്പോൾ അച്ഛനെ വില്ലനാക്കണതാണോ നമ്മുടെ ഉദ്ദേശം എന്ന് ചോദിക്കാം. ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്കിപ്പോൾ അത് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത്, നമ്മൾ സംസാരിച്ച ഒരു ദിവസം ഈ സൂര്യന്റെ പ്രകാശത്തിനെ ഒരു ലാഡറായിട്ട് കാണുക. അപ്പൊ സൂര്യനിലേക്ക് പോകാനുള്ള ലാഡറാണ് ഓരോ റേയും. യു ജസ്റ്റ് സ്റ്റെപ്പ് വിത്ത് ദ റേ ആൻഡ് യു ഗോ 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 യു റീച്ച് ദ സ്കൈ വൺ ഡേ. പിന്നെ അവിടെ നമ്മളൊരു എലിവേറ്റർ എടുത്തിട്ട് മൂണിലേക്ക് പോവാം. എന്തിനാ ഈ അച്ഛനെ കുറ്റം പറയണേ? ഇപ്പം ഇതേപോലത്തെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ വലുതായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സ്റ്റോറികളിൽ സ്റ്റക്കായി ഫോബിയാസ് ഉള്ള ഏതെങ്കിലും കേസുകളും കാര്യങ്ങളും അറിയോ? പൂജ, ഇതിനകത്ത് ഏറ്റവും അൺഫോർച്ചുനേറ്റ് പോയിന്റ് അതാണ്. ഈ കുട്ടികൾ നമ്മളെ ഇതുപോലെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ ഇരിക്കുകയാണ് ഈ ചെയ്യുന്നതെന്നോ എന്നെ അബ്യൂസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ തിരിച്ചറിയാൻ പ്രായമോ പക്വതയോ ഇല്ലാത്തവരെയാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരുന്നെങ്കിൽ, അവർ എപ്പോൾ ഹെൽപ്പ് ലൈനിൽ വിളിച്ചോന്ന് ചോദിച്ചാൽ അത് എന്നെ പേടിപ്പിക്കണോ എന്ന് പറയാൻ ഇവർക്ക് അറിയില്ല. ആ ഡയൽ ചെയ്ത് കൊടുക്കൽ പോലും നമ്മൾ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ അബ്യൂസ് എന്ന് പറയുന്നത് കുട്ടികളെ ചെയ്യുന്ന. കാരണം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഹെൽപ്പ് ഇല്ല അവർക്ക് വേറെ. യു ആർ ദ സോൾ പേഴ്സൺ ടു ഹെൽപ്പ് ദം. അപ്പോൾ ഈ കഥകൾ വരുന്നത് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളായിരിക്കുമ്പോൾ കാണൂല, മൂടിയിട്ട് അബ്യൂസ് ചെയ്യല്ലേ വീട്ടിൽ. ഇത് എപ്പോൾ പുറത്തു വരുന്നു വെച്ചാൽ അഡൽട്ട് ആയതിനു ശേഷം, അവർ പാരൻ്റ് ആയതിനു ശേഷമോ, അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുമ്പോഴോ, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഓഫീസിലോ ഒക്കെ പ്രശ്നം വരുമ്പോൾ അവർ വന്നിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ സപ്പോർട്ട് എടുത്ത് ഇരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ 35-40 വയസ്സുണ്ടാവും. അന്നാണ് ഈ കഥ പറയുക. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ശരിയാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചെറുപ്പം മുതലുള്ള കൊച്ചിനെ എങ്ങനെ ശരിയാക്കും? പാരൻറ്റിനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പാരൻറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അപ്പോൾ ഇത് ഇയാൾക്ക് എന്ത് പ്രോബ്ലം കൊണ്ട് ഇയാൾ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ ശരിയാകുന്നില്ല, ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യേണ്ട ആളാണ് പേടിപ്പിച്ചേക്കണേ. അത് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് കാണപ്പെടാം, ചിലപ്പോൾ ആൻസൈറ്റി ആയിട്ട് കാണപ്പെടാം, ചിലപ്പോൾ ഇരുട്ടിനെ പേടിയായിട്ട് ഇരുട്ടിനെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചിൻ്റെ അമ്മയായിട്ട് നിൽക്കുന്ന ആൾ, ഒരു അച്ഛനായിട്ട് നിൽക്കുന്ന ആൾ ഇരുട്ടിനെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. രാത്രി 5 മണി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ അമ്മ പുറത്തിറങ്ങൂലെന്ന്. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ആരും അവിടെ പ്രോബ്ലം വന്നില്ലേ? ഞാൻ പറഞ്ഞത് ഇതൊരു അൺറിയലിസ്റ്റിക് എക്സാമ്പിളാണ്. എങ്കിൽ പോലും അങ്ങനെ പല സ്ഥലത്തും നമ്മളിത് എഫക്റ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ആൾക്കാർ വരും. അവരുടെ ചോദിച്ചു വരുമ്പോഴത്തേക്കും അത് ഇതിങ്ങനെ ചെതറി പോകും എന്നുള്ളതാണ്. എവിടെ കൃത്യമായിട്ട് ആ പ്രോബ്ലം വരും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇരുട്ടിനെ പേടി. ശരിക്കും പറഞ്ഞാൽ ഇരുട്ട് സ്റ്റിൽ മാനേജബിൾ. ഇരുട്ടിനെ പേടിച്ചാണ് മാത്രമാണ് ആ കുട്ടിക്ക് എഫക്റ്റ് വന്നേക്കണമെങ്കിൽ ദ പാരന്റ് ഇസ് സേഫ് നൗ. കാരണം ഇരുട്ടിനെയാണ് പേടിപ്പിച്ചേക്കണേ, ഇരുട്ടിനെ തന്നെയാണ് ഇപ്പോഴും കുട്ടിക്ക് പേടി. പക്ഷേ ഈ ഇരുട്ടിനെ പേടിക്കുന്ന ആൾ ഒബ്വിയസ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള ആളാണ്. അയാൾക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ പാരന്റ് ആയതിനു ശേഷം കുട്ടിക്ക് എന്ത് കഥ പറയണോ ഇയാൾക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പല സ്ഥലത്തും ഇയാൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇരുട്ടിനെ പേടിക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും മിനിമം ഡാമേജ് മാത്രമാണ്. ബാക്കി അതിനപ്പുറത്തേക്ക് ഡാമേജുകൾ വേറെ ഇതിങ്ങനെ ചെതറി പോകുന്നുള്ളതാണ്. എവിടെ എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നൂല് പുറകോട്ട് പിടിക്കാം. അയാൾക്ക് സ്വയം പിടിക്കാൻ ചിലപ്പോൾ പറ്റൂല. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു കുട്ടിയുടെ ഈ ചെറിയ കാലഘട്ടത്തിൽ അച്ഛൻ്റെ റോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എങ്ങനെയൊക്കെ അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം? അവിടെ അച്ഛനമ്മ എന്ന് പറയുന്ന വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ വേണമെന്ന് തന്നെ ഇല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അമ്മയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലവിടെ ഒരു ജെൻഡറിനേക്കാളും കൂടുതൽ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് സ്റ്റോറീസ്, പാട്ട് പാടുക, അങ്ങനെ ഇരുന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു മടിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പൊതുവേ ഞാൻ എൻ്റെ ലൈഫിലുടനീളം സ്പോർട്സിൽ ഉണ്ടായിട്ടുള്ള ആളല്ല. പക്ഷേ ഞാൻ ഡാൻസിലുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സ്കൂൾ ലെവലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡാൻസിലും പാട്ടിലും ഒക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ അതെൻ്റെ ഇൻട്രസ്റ്റ് ആ സൈഡാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മറ്റേ സൈഡിൽ സ്പോർട്സ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാണ്. സോ രണ്ട് സൈഡിൽ നമുക്ക് ബേസിക്കലി ക്വാളിറ്റി ടൈം കൊച്ചിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ കൊച്ചിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടാവാം, കുട്ടികളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടാവാം. ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ശരിക്കും ജന്മം കൊണ്ട് ആരും അങ്ങനെ ഇൻട്രസ്റ്റും കൊണ്ട് വരാറില്ല. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഐ ഇൻട്രൊഡ്യൂസ് സ്റ്റോറീസ് ടു മൈ ചൈൽഡ്. മേ ബി മൈ ഹസ്ബൻഡ് ഹാസ് ഇൻട്രൊഡ്യൂസ് ചെസ്
ഓർ ഓടിക്കളിക്കൽ, എന്താ റിമോട്ട് കൺട്രോൾ കാർസ് അല്ലെങ്കിൽ ക്രിക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിസിക്കലായിട്ട് വരുന്നതും അല്ലെങ്കിൽ എൻ്റെ പോഡിയം അല്ലാത്ത കുറേ കാര്യങ്ങൾ അതർ സൈഡിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് ബാലൻസ് കിട്ടും. ചെയ്യാ ബേസിക്കലി. യു ജസ്റ്റ് പാരന്റ് യുവർ ചൈൽഡ്, യു ലവ് യുവർ ചൈൽഡ്. ഇതാണ് ക്വാളിറ്റി ടൈമാണ് ലവ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എങ്ങനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സമയം ചെലവഴിക്കണേ? അത് തന്നെയാണ്, കുറച്ച് ചെറുതാന്നേ ഉള്ളൂ, ഫ്രണ്ടാണ്. ഇപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ്, വൺ ഓഫ് എ കോംപ്ലിക്കേറ്റഡ് തിങ് ഇൻ പാരന്റിങ് ആണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, രണ്ട് പാരൻസും കൂടെ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നമാണ്. ഇനി ഇതേപോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസിനെ കാണുന്ന കുട്ടിക്കും പ്രശ്നമാണ്. സോ വാട്ട് ഷുഡ് വി ഡു വെൻ നമ്മൾ രണ്ടുപേരും കമ്പാറ്റബിൾ അല്ല, നമുക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ ഈസ് ഡിവോഴ്സ് ഇസ് എ ഗുഡ് ഡിസിഷൻ ഓർ നോട്ട്? രണ്ടുപേരും കോമ്പാറ്റബിൾ അല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ അഗൈൻ ഞാൻ പറയുന്നു, ആ ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും കോമ്പാറ്റബിൾ അല്ല എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അവരെ സംബന്ധിച്ചോളം ചിലപ്പോൾ അവർക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ രീതി മാറ്റുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫോണിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങിയിട്ട് ഡിസ്കസ് ചെയ്യുക, കാറിലിരുന്ന് ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഡിസ്കസ് ചെയ്യുക. കൊച്ചിന് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അതാണ് കൊച്ചിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ എൻവയൺമെൻറ്റ് പിന്നെ പീസ്ഫുൾ ആൻഡ് സ്വീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ കോമ്പാറ്റബിൾ അല്ല, ഫൈൻ, കുഴപ്പമില്ല. എന്നാൽ നമ്മൾ പക്ഷേ കൊച്ചിന് വേണ്ടി വേണേൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. ഐ മീൻ ആസ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ പറയുന്നു, കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണ്. നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാമെന്നു എന്ന് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അഡൽട്ട്സ് ആണല്ലോ, അവരുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ കോമ്പാറ്റബിൾ അല്ല എന്ന് തിരിച്ചറിയുന്നു, കുട്ടിയുടെ മുമ്പിൽ തന്നെ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുക. ഓൾവേസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് അഡൽട്ട്സ് ഒരുമിച്ച് ലവ് ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് ആണ്. പക്ഷേ ആ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു എൻവയൺമെൻറ്റ് തേടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്ക് ഒരാളുടെ കൂടെയാണ് നിൽക്കാനായിട്ട് ചിലപ്പോൾ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും മറ്റേ ആൾ ബയോളജിക്കൽ പാരൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ അവിടെ പിന്നെ നിങ്ങൾ ആ പിരിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കോമ്പാറ്റബിൾ ഇഷ്യൂ ആണല്ലോ നിങ്ങൾ ആ സോൾവ് ചെയ്തത്. ബൈ ഗോയിങ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് യു ജസ്റ്റ് സോൾവ് വാട്ട് യുവർ പ്രോബ്ലം വാസ്, അല്ലേ? ഡിവോഴ്സിലൂടെ നിങ്ങളുടെ പ്രശ്നം എന്തായ സോൾവായി, സൊല്യൂഷൻ കഴിഞ്ഞല്ലോ, രണ്ടുപേരും രണ്ട് സ്ഥലത്തായല്ലോ. ഇനി കുട്ടിക്ക് വേണ്ടി നിൽക്കുക. അപ്പോൾ ഇനി ഇത് കുട്ടിക്ക് വേണ്ടി നിൽക്കണം എന്താ, ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഈ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. കെൻ യു ഗോ ഫോർ എ ട്രിപ്പ്? ഇപ്പം എൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എല്ലാവരോടും ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ടാണ് നമ്മൾ പിരിയുന്നത്, പരിചയക്കാരെ പോലെ പിരിയുന്നു. അപ്പം നമുക്ക് ഈ കുട്ടി പറയാം, എനിക്ക് അച്ഛനും അമ്മേനെ ഒരുമിച്ച് നാളെ ഒരു വെക്കേഷന് പോയാൽ കൊള്ളാമെന്നുണ്ട്, കൊച്ചു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലേ? ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആണെന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡിനും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. അപ്പം നമ്മൾ തന്നെ വെക്കേഷൻ ആകുമ്പോൾ ഒരു ഹോളിഡേ പ്ലാൻ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കമൻറ്റ് ഇപ്പോൾ വരും, പിന്നെ അയാളുടെ കൂടെ ഞാനിനി വെക്കേഷന് പോകും എന്ന് പറയണുണ്ട്. പക്ഷേ ഇസ് ഇറ്റ് പോസിബിൾ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്, ബിക്കോസ് യു ജസ്റ്റ് സോൾവ് യുവർ പ്രോബ്ലം ത്രൂ ദി ഡിവോഴ്സ്. വാട്ട് ഈസ് ദി നെക്സ്റ്റ് പ്രോബ്ലം? എന്താ ഒരു സ്ട്രേഞ്ചറായിട്ട് എന്താ പ്രോബ്ലം എന്താ എനിക്ക്? ഇപ്പം അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നെ മേ ബി ഒരു ആയോ ആരെങ്കിലുമൊക്കെ നമ്മൾ നിർത്തിപ്പോവുക, അല്ലെങ്കിൽ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ മേ ബി ആ കുട്ടിക്ക് ഈ അബ്യൂസ് നേരിടുന്ന ഒരു സ്റ്റേജിലാണ് ആ കുട്ടി എന്ന് വിചാരിക്കുക. ആ കുട്ടിക്കാണെങ്കിൽ ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയാത്തൊരു പ്രായമാണെന്ന് വിചാരിക്കും. ഇതെങ്ങനെ പാരൻസിന് മനസ്സിലാവും? ഫസ്റ്റ് ഓഫ് ഓൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത കുട്ടി എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നത് സംസാരിക്കാൻ പറ്റത്തില്ലാത്ത കുട്ടി എന്നാണ്. അത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് അങ്ങനെ ശരിക്കും ട്രസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാരൻറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തന്നെ വേണം ആ സമയത്ത് അവിടെ ഉണ്ടാവാൻ. സംസാരിച്ച് തുടങ്ങി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നിടത്ത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാൽ ദോശ സ്വന്തമായിട്ട് കഴിച്ചു തുടങ്ങി എന്ന് പറയുന്നിടത്ത് കുട്ടി ഫിസിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുന്നത്. കുട്ടിയുടെ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് കുറച്ചും കൂടെ നമുക്കും ഫ്രീഡം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് ഇതുപോലെ ആരെങ്കിലും അബ്യൂസീവായിട്ട് പെരുമാറുക എന്ന് പറയുമ്പോൾ ആ പോയിന്റ് തുടങ്ങിയല്ല, ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം വരെ നമ്മുടെ അടുത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇത് വീട്ടിൽ പറയണ്ട, ഇതിന് പകരം ഞാനൊരു ചോക്ലേറ്റ് തരാം, ഇത് ആൻറ്റിയും അല്ലെങ്കിൽ അങ്കിളും മാത്രമായിട്ട് ഷെയർ ചെയ്താൽ മതി, വീട്ടിൽ പറയണ്ട കേട്ടോ. ഇങ്ങനെയുള്ള ടോക്സിനെ സൂക്ഷിക്കുക. ദേ ആർ നോട്ട് ട്രസ്റ്റ് വർത്തി അഡൾട്ട്സ്. അവരുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക, ഓടിക്കളയുക, എന്നിട്ട് തിരിച്ചു വന്നിട്ട് അത് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സമയവും കൂടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
പിന്നെ ഒബ്വിയസ്ലി പ്രൈവറ്റ് പാർട്സിൻ്റെ പേരുകൾ പഠിപ്പിക്കുക, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടി കൃത്യമായിട്ട് പ്രൈവറ്റ് പാർട്സിൻ്റെ പേര് പറയുന്നത് അതിന് ആ കേസിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് കറക്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ ഇത് പ്രൈവറ്റ്സ് ആണ് ഇവിടെ തൊടുന്നതും. പിന്നെ ഈ ഇൻഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്, സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് ഫ്രം എ സ്ട്രേഞ്ചർ, ഇത് തിരിച്ചറിയാൻ പഠിപ്പിക്കുക. സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് ഫ്രം എ സ്ട്രേഞ്ചർ, സ്ട്രേഞ്ച് ബിഹേവിയർ ഫ്രം എ നോൺ പേഴ്സൺ, ഇത് രണ്ടും വരാം. ഓക്കെ, വെരി ക്ലോസ് പേഴ്സൺ. അപ്പം എന്താണ് ഈ സ്ട്രേഞ്ച് ബിഹേവിയർ എന്ന് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ പറയണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറയണ്ട? എന്താ പറയണ്ടാത്തെ? എൻ്റെ അച്ഛനോടോ എൻ്റെ അമ്മയോടോ അല്ല, എന്താ പറയണ്ടാത്ത എന്താ? അപ്പോൾ അവിടെ എന്തുണ്ട്? അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ വൈകിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ ഇന്ന് എന്നോട് ഈ അങ്കിൾ എന്നോട് പറഞ്ഞു അമ്മയോട് പറയണ്ട, അത് പറയണം. അത് ആ കുട്ടി നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ നിങ്ങളും ആ കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയായിട്ടില്ല. ആ കുട്ടിക്ക് അത് അമ്മയോട് പറയാനുള്ള ധൈര്യം ഇല്ല. എന്താ ധൈര്യം ഇല്ലാത്തത്? അപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് കുട്ടിക്ക് ചിലപ്പോൾ ഒരു ടീം സ്പിരിറ്റ് കിട്ടിയിട്ടില്ല. കൊച്ചെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് നിൻ്റെ തെറ്റുകൊണ്ടായിരിക്കും അങ്കിൾ അങ്ങനെ പറഞ്ഞേ, നീ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നിന്നെ തല്ലി കിട്ടിയേ എന്ന് പറയണ ഒരു അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കുട്ടികൾ പറയില്ല. അപ്പോൾ ഇവർക്ക് ആ ട്രസ്റ്റ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പതുക്കെ പതുക്കെ അവർക്ക് വരുന്ന അബ്യൂസുകൾ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഫ്രണ്ടായി നിൽക്കുന്ന, അവരുടെ ഫ്രണ്ടല്ല നമ്മുടെ കൊച്ച്, നമ്മുടെ ഫ്രണ്ടാണ്. ആ ലൈഫിൽ എന്ത് നടന്നാലും പിന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, കൊച്ച് എത്ര വലുതായിക്കൊണ്ടിരിക്കുമ്പോഴും ലൈഫിൽ നടക്കുന്ന ഇതുപോലുള്ള എല്ലാ ഇൻസെക്യൂർ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഒന്ന് പറയാൻ തുടങ്ങും. അതിൻ്റെ അടുത്ത് ഇന്ന് അയാൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ഇടപെടേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ഇടപെടാം. പിന്നെ കൂടുതൽ ഇടപെടരുത്. നേരത്തെ പറഞ്ഞാൽ എല്ലായിടത്തും വന്ന് അമ്മ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് പറയാം. അപ്പോൾ കുറച്ചൊക്കെ തീരുമാനം അവർക്ക് എടുക്കാം. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഡിഡ് യു ഫീൽ ഇറ്റ് വാസ് ഓക്കെ ഫോർ യു? ഡിഡ് യു ഫീൽ യു കംഫർട്ടബിൾ? അപ്പം ഇഫ് ദ ഗൈ ഈസ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് ഇതുപോലെ അബ്യൂസൊക്കെയാണ് നമ്മൾ ഇടപെടാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പം എന്താ പറയുക, ഞാനും എൻ്റെ ഫ്രണ്ട് തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, അമ്മ ഇടപെടണ്ട കേട്ടോ, അവരുടെ അമ്മയെ വിളിച്ച് പറയുമൊന്നും വേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടണ്ട. അത് അവർ തമ്മിൽ അവരെന്തോ പറയുന്നതാണ്, അത് നമ്മളടുത്തൊരു വിശേഷമായിട്ട് പറഞ്ഞതാ, ഓറാക്കല്ലേ എന്നാണ് ആ പറയുന്നത്. അപ്പം ദർ ആർ പ്ലേസസ് വെയർ യു ഷുഡ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ലെറ്റ് ദം ഹാൻഡിൽ ഇറ്റ്. ഹൗഎവർ വെൻ തിങ്സ് ആർ സീരിയസ്, യു ആർ ആൻ അഡൾട്ട്, യു നോ വാട്ട്സ് ഇറ്റ് സീരിയസ് ആൻഡ് വാട്ട് ഇസ് നോട്ട് സീരിയസ്. സീരിയസ് ആവുന്ന സമയത്ത് നമ്മൾ ഇടപെടുകയും വേണം. അങ്ങനെ നമ്മളൊരു ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന പോലെ ഇവരുടെ ലൈഫിൽ എപ്പോഴും കമ്പാനിയനായിട്ട് നിന്നാൽ അങ്ങനത്തെ കുട്ടികൾ എപ്പോഴും കമ്പാനിയൻസ് ആയിരിക്കും. പക്ഷേ ആ ട്രസ്റ്റ് നമ്മുടെ കൂടെ ഇവർക്ക് നമ്മളാ കൊടുക്കണ്ട, അവരല്ല ഷേക്ക് ഹാൻഡ് നമുക്ക് തരിക, നമ്മൾ ഹാൻഡ് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് അവരത് തരിക. ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടികള്, ബുള്ളി ആവുന്ന കുട്ടികളുണ്ട്, ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ, നമ്മുടെ കുട്ടി ഒരു ബുള്ളിയാണോ, മീൻസ് ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടിയാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതെന്ന് ആ ഒരു ഡിസോർഡർ പരിപാടി എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരെ ബുള്ളി കൊണ്ടുവരുന്നത്? ചെയ്യപ്പെടുന്നതിന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നിനക്ക് ചേച്ചിയെ പോലെ ഡാൻസ് കളിക്കാൻ അറിയില്ല അല്ലേ, പാട്ട് പാടാൻ അറിയില്ല അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന കൊച്ചു ബുള്ളി ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് എത്ര ബുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആ ബുള്ളിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ടായി കഴിയുമ്പോൾ കൊച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണേ, എൻ്റെ ക്ലാസ്സിൽ കൊച്ചുണ്ട്, എന്നെ എപ്പോൾ കാണുമ്പോഴും പറയും നീ കറുമ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ അമ്മ അങ്ങനെ? ആ കൊച്ചിന് എന്തോ കുഴപ്പമുള്ള പോലെ അവന്ന് പറയുക. കാരണം നമ്മുടെ കൊച്ചിന് കുഴപ്പമില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വരുന്ന ഒരു അമ്പ ചെയ്യുന്ന പോലെയാണെങ്കിൽ ഇവിടെ എന്നെ കൊള്ളൂല. അത് കാരണം ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഞാൻ വീട്ടിൽ നിന്നേ കൊടുത്തുവിട്ട കൊച്ചാണ്. നോബഡി ക്യാൻ എവർ ബുള്ളി മൈ ചൈൽഡ് ബിക്കോസ് മൈ ചൈൽഡ് ഇസ് കോൺഫിഡൻറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റണം ആസ് എ പേരൻറ്റ്. അപ്പോൾ അവിടെ ബുള്ളി ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ബുള്ളീനെ നോട്ടിഫൈ ചെയ്യും, ഇത് ഇയാളിങ്ങനെ പെരുമാറുന്നുണ്ട്, സംതിങ് അൺയൂഷ്വൽ, നമ്മൾ അങ്ങനെ ആരും പറയില്ലല്ലേ, എന്താ അവരങ്ങനെ പറയുന്നത്? അപ്പോൾ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണും ഏത് ആ കൊച്ചിൻ്റെ. എന്നിട്ട് നമുക്ക് പാരൻസ് ടീച്ചേഴ്സിനോട് കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാം, ഇങ്ങനൊരു കുട്ടിയുണ്ട്, അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ വീട്ടിൽ അങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ടോ ആൾക്കാരെ എന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയും. ആ രീതിയിൽ നമുക്കൊരു ബുള്ളീനെ കണ്ടുപിടിക്കാം. തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് അബൌട്ട് യു ട്രെയിനിങ് യുവർ ചൈൽഡ്. അത് എത്ര പറഞ്ഞാലും ആ ഒരു ട്രെയിനിങ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടണ അനുസരിച്ചിരിക്കും. യു നെവർ ഫീൽ ബുള്ളീഡ് അൺലെസ് യു ഹാവ് എൻ ഇൻസെക്യൂരിറ്റി. ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബുള്ളി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വരുന്നത്. അതെ, അവർക്കും ചിലപ്പോൾ ഇൻസെക്യൂർ. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ വീട്ടിലെങ്ങനെ അത് സ്ട്രെയിറ്റ് അവരുടെ പേരൻസിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റണം. ഇത് കളിയാക്കിയിട്ടല്ലോ നമ്മൾ പറയുക, നമ്മൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഈ കുട്ടി നാളെ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും നല്ലൊരു സ്കൂളാണെങ്കിൽ ഇതാരാ കംപ്ലയിൻറ്റ് ചെയ്തതെന്നുള്ളത് അവരുടെ പേരൻസിനോട് പറയില്ല.
ഇതിനൊരു കംപ്ലൈൻറ്റ് ഇങ്ങനെ ഒരു പാരൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള, അതായത് നമ്മൾ കളിയാക്കാൻ ഉദ്ദേശിച്ചല്ല ഈ കംപ്ലൈൻറ്റ് ചെയ്യണേ, ആ കുട്ടിയുടെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ കുട്ടീനെ ശരിയാക്കണം കേട്ടോ എന്നാണ് ഈ പറയണേ. എന്ന് പറഞ്ഞ പോലെ തിരിച്ചും നമുക്കൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചു, ഇന്ന വാക്ക് ഉപയോഗിച്ചു എന്നിട്ട് എനിക്കൊരു മെയിൽ വരും, XY Z കുട്ടിയുടെ പാരൻ്റ് എന്നാ പറയുക. ദേ നെവർ മെൻഷൻ ഹൂ ഇസ് ഓൺ ദി അതർ സൈഡ്, ബിക്കോസ് അതല്ല പർപ്പസ്. അവിടെ ഒരു ഐഡൻറ്റിറ്റി പറയൽ പർപ്പസ്, ഞാൻ അയാളായിട്ടൊരു ഗ്രഡ്ജ് ഉണ്ടാക്കലല്ല അവിടുത്തെ പർപ്പസ്. അവിടുത്തെ മെയിൻ പർപ്പസ് എൻ്റെ കൊച്ചിൻ്റെ ബിഹേവിയറാണ്, അത് ശരിയാക്ക് എന്നാണ് അവർ പറയുക. അങ്ങനെ ആയിരിക്കണം അതിനെ ഡീൽ ചെയ്യേണ്ടത്, അല്ലാതെ പുറത്ത് വെച്ചിട്ട് കാണാം ആ എന്നല്ല. ഇപ്പം നമ്മൾ കുട്ടികൾ തമ്മിലുള്ള ഈ ബുള്ളിങ് പരിപാടി പറയുന്ന പോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും. ഇപ്പം നേരത്തെ ഈ മെയിൽ അയച്ചത് പറഞ്ഞത് അപ്പോഴാണ് കണക്ട് ചെയ്തത്. ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ഈ കുട്ടികളെ പല രീതിക്കും ബുള്ളി ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒരു കുട്ടിയുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അത്രയും ക്ലാസ്സിൻ്റെ മുന്നിൽ വെച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നില്ല എങ്കിൽ അടിക്കുക, കുറേ പ്രശ്നങ്ങൾ വരിക, ഈ ചോക്കെടുത്ത് എറിയുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പ്രാവശ്യം കുട്ടികളായ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിർത്തുണ്ടാവില്ല, രണ്ടാമത് മൂന്നാമത് പ്രാവശ്യം പറയേണ്ടി വരും. അങ്ങനത്തെ പേഷ്യൻസ് ഇല്ലാത്ത ടീച്ചേഴ്സ് കൂടുതൽ അവർ അഗ്രസീവ്നെസ് കാണിക്കുന്നതുമായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം ഈ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടികളെ നോക്കുമ്പം വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അബ്യൂസറിനെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണ്ട എന്ന് പറയുന്ന പോലത്തെ ഒരു കോണ്ടെക്സ്റ്റാണ് ഒരു പവർഫുൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും നമ്മൾ ഈ പറഞ്ഞ ബിഹേവിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം കുട്ടി വീട്ടിൽ വന്നിട്ട് ടീച്ചേഴ്സിനെ കുറിച്ചും ക്ലാസ്സിൽ നടന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ആ ടീച്ചർ എന്താ അങ്ങനെ ബിഹേവ് ചെയ്ത്, അങ്ങനെ എന്തിനാ സംസാരിച്ചത്, എന്തിനാ നമ്മുടെ കുട്ടീനെ കുറിച്ച് തന്നെ വേണമെന്നില്ല, വേറൊരു കുട്ടീനെ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി ഇങ്ങനെ പറഞ്ഞമ്മേ എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ ടീച്ചർ നാളെ ഇയാളെയും പറയാൻ ചാൻസ് ഉണ്ടല്ലോ, ആ കുട്ടീനെ പറഞ്ഞതും ശരിയായിട്ടില്ലല്ലോ, ആ കുട്ടി എന്തോരം ഷെയിമിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഈ ഷെയിം എവിടം വരെ എത്തിക്കുമെന്ന് അറിയോ? ഈ ടീച്ചർ ഇറങ്ങി പോകുമ്പോൾ ഈ കൊച്ചുങ്ങൾ പറയും ഇത് തന്നെ, ഒരു പേര് വീഴും ആ കുട്ടിക്ക്, മനസ്സിലായോ? പിന്നെ അത് ഉടനീളം സ്കൂളിൽ ആ പേര് വിളിക്കുക. അപ്പം അതിലാ നേരത്തെ പറഞ്ഞ പോലെ ആ കൊച്ചിനെ പവർഫുള്ളായിട്ട് വീട്ടിൽ നിന്ന് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ പേര് അതിനെ വീഴില്ല, ആ കൊച്ചത് എടുക്കൂല. പക്ഷെ എങ്കിൽ പോലും മിക്കവാറും വീടുകളിൽ ഇത് ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ആ പേരന്റ് ചിലപ്പോൾ പിന്നെ ഈ ബുള്ളീനെ ഐഡന്റിഫൈ ചെയ്ത് വരൂല, അത് നീ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും ടീച്ചർ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ആ ബ്ലെയിം എടുത്തു, ആ അമ്പ് കൊച്ചിനിട്ട് കൊണ്ടു. പിന്നെ ആ കുട്ടി ജീവിക്കണത് ആ ഷെയിമില്ല, കാരണം എൻ്റെ പേരൻസും ഇത് തന്നെയല്ലേ പറയണത്, അപ്പം ഞാൻ ചിലപ്പോൾ കഴിവില്ലാത്തവനായിരിക്കും, ടീച്ചർ പറഞ്ഞത് ശരിയായിരിക്കും, നാട്ടുകാർ മൊത്തം പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ കഴിവിട്ടവനായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ദെൻ അബ്യൂസ് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഇൻസൈഡ് ദ ചൈൽഡ്, ഇറ്റ് ബിക്കംസ് എ ട്രോമ. അപ്പോൾ ഈ ബുള്ളീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ബുള്ളി ചെറുതോ വലുതോ ഐഡൻറ്റിഫൈ ചെയ്യുക, കംപ്ലയിൻറ്റ് ചെയ്യുക അതോറിറ്റീനോട്. അപ്പം ടീച്ചറാണെങ്കിൽ സ്കൂളിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ പാരൻസിനെ അറിയിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയുള്ളൂ നമ്മുടെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ പാരൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഓൾറെഡി ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുണ്ടാവും, മേ ബി ഇന്നത് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ സ്കോഴ്സിലാണ് പറയുക ഈ കുട്ടിക്ക് ഇതിലാണ് പ്രശ്നം അതിലാണ് പ്രശ്നം അങ്ങനെ. പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംസാരിക്കും. പക്ഷെ അപ്പം മിക്ക പാരൻസ് പറയുന്ന കാര്യം ടീച്ചർ അങ്ങ് നോക്കിയാൽ മതി, ഞാൻ ടീച്ചർ അങ്ങ് ട്രസ്റ്റ് ചെയ്തേക്കാണ്, അവനൊന്ന് നന്നാക്കി എടുത്താൽ മതി, എല്ലാം ടീച്ചറുടെ കയ്യിലാണെന്ന് പറയുന്ന പാരൻസിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ ഒരു ഫുൾ അതോറിറ്റി ലൈക്ക് അവരെ നോക്കിക്കോളൂ കേട്ടോ നമുക്കല്ല ഒരു ഇതെന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഒട്ടും ശരിയല്ല. മാത്രമല്ല നമ്മൾ നമ്മുടെ കൊച്ചിനെ കൈവിടുന്ന പോലെയാണത്. നേരത്തെ പറഞ്ഞ പോലെ ഏബിൾ ആയിട്ടില്ല ആ ഇൻഡിവിജ്വൽ, ഇതുവരെ ഏബിൾ ആയിട്ടില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും, ഇപ്പം നേരത്തെ പറഞ്ഞതൊക്കെ ഒരു പ്രോബ്ലമാണ്, ഒരു ബിഹേവിയറൽ ഇഷ്യൂ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അത് വരുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് തല്ലിക്കോ എന്നല്ല പറയേണ്ടത്, കുട്ടിയോട് സംസാരിക്കുക വേണ്ടേ. പ്രത്യേകിച്ച് തല്ലിയല്ല അത് മാറ്റേണ്ടത്, തല്ലിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ കാണിക്കൂല, അന്ന് കാണിക്കൂല എന്നേ ഉള്ളൂ, അത് വേറൊരു സ്ഥലത്ത് പോയി വേറെ രീതി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തല്ലിയല്ല ഇത് മാറ്റേണ്ടേ, വി നീഡ് ടു ടോക്ക് ടു ദ ചൈൽഡ്, എന്താ പ്രശ്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൈവിട്ട് പെരുമാറുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കൈ കഴുകുന്ന പോലെയാണ്. ഞാൻ ജനിപ്പിച്ചു പക്ഷെ എനിക്ക് നോക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ടോൺ തന്നെയാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അണ്ടർ കറണ്ടും ഇവിടെ ഉണ്ട് നമ്മുടെ കൾച്ചറൽ കൺസ്ട്രക്റ്റിൽ. അതാണ് അടുത്ത ചോദ്യം. അതായത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ടീച്ചേഴ്സിനാണ്. അതായത് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്ലോസ് ഇല്ലാത്ത ഒരു മനുഷ്യന്മാര്, അവര് പറയുന്നത് എല്ലാം നല്ലത് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ ആക്ച്വലി നല്ലതാണ് അല്ല. അതിനകത്ത് ഇപ്പൊ അത് തിരിച്ച് പാരന്റിനോട് തന്നെ ചോദ്യം ചോദിച്ചാൽ മതി, മാതാപിതാ ഗുരു ദൈവം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ?
അപ്പോൾ ഇവരുടെ ഈ ഇതൊക്കെ തെറ്റിയില്ലേ? അപ്പോൾ എവിടുന്ന് വേണേലും ബുള്ളി വരാം. ഈ ടീച്ചർമാരെ അബ്യൂസ് ചെയ്യുന്ന എത്ര കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൗ ക്യാൻ യു ട്രസ്റ്റ് സമ്മൺ ലൈക്ക് ദാറ്റ്? അപ്പം ദ ചൈൽഡ് ഷുഡ് ഓൾവേസ് ബി കോൺഷ്യസ്. നമ്മുടെ കുട്ടിയുടെ ട്രസ്റ്റഡ് അഡൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ പറയുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ ആണ് കുട്ടികളെന്ന്. ശരിയാ, എനിക്കും താല്പര്യമുണ്ട്. അങ്ങനത്തെ സമൂഹം ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. സമൂഹം കുട്ടീനെ ഏറ്റെടുക്കുക, സ്റ്റേറ്റ് കുട്ടീനെ ഏറ്റെടുക്കുക, നല്ല സുഖമല്ലേ? എത്ര കുട്ടികൾ വേണേലും ഉണ്ടാകും. കാരണം സമൂഹത്തിൽ അത് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ആയി കഴിഞ്ഞു. പക്ഷെ ആ സമൂഹത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? അപ്പോൾ ഒബ്വിയസ്ലി ഈ റെസ്പോൺസിബിലിറ്റി ഫാൾസ് ഓൺ മീ. ആൻഡ് ഐ എം ഓൾവേസ് ഗിവൺ എ ചോയ്സ്. പറ്റുമെങ്കിൽ ആയാൽ മതി എന്ന് പറയുന്ന ഒരു ചോയ്സ് എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ. എന്നിട്ടും ഞാൻ പറയാം, ഇല്ല എനിക്ക് പാരൻ്റ് ആയേ പറ്റും, ഞാൻ ആ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുത്തോളാം, സ്റ്റേറ്റിന് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ജനിപ്പിച്ചിട്ട് എനിക്ക് നോക്കാൻ വയ്യാന്ന്. അത് ശരിയാവില്ലല്ലോ. അപ്പോൾ എത്ര അഡൽസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണത്. കൊണ്ടുപോകുന്ന അഡൽസിൻ്റെ അടുത്ത് വേറൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവിട്ടാലും കോൺസ്റ്റൻ്റ്ലി കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് ആഫ്റ്റർ ദ ചൈൽഡ് കംസ് ബാക്ക് ടു യു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര, അവിടെ പോയിട്ട് എന്ത് ചെയ്തു? യു ആസ്ക് ആൻഡ് ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിരിക്കണേ. ആ ബേസ് കുട്ടിക്ക് അമ്മയായിട്ട് ഓൾറെഡി ഉണ്ടാവുന്ന സമയത്ത് ഈ ചോദ്യത്തിന് കറക്റ്റ് മറുപടി വരുള്ളൂ. അല്ലെങ്കിൽ അന്നോണേ പറയുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ ഇന്ന് ഞങ്ങൾ അവിടെ പോയി, ഇന്ന് ഇവിടെ പോയി, എന്നിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഇങ്ങനൊരു കാര്യം ഉണ്ടായി അമ്മ. അപ്പോൾ അതിലെ തെറ്റ് ശരി നമ്മൾ തിരിച്ചറിയണം. ഓ അങ്ങനെ ഉണ്ടായോ, അതാരാ മോനെ പറഞ്ഞേ, അങ്ങനെ ആരാ ചെയ്തേ, അങ്ങനെ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ നമ്മൾ ചോദിച്ചു വരും. ഇപ്പോൾ നേരത്തെ നമ്മൾ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ ഒരു സിനാരിയോ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ പാരൻറ്റും ടീച്ചേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ കുട്ടീനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടിയുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ എന്തായിരിക്കും ആ ഒരു സംഭവം? ഇത് ഞാൻ അതർ സ്കൂൾസിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന സ്കൂൾസിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ബേസിക്കലി പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്സ് അല്ല. അവിടെ അതിനെ വിളിക്കുന്നത് സ്റ്റുഡൻറ് ലെഡ് കോൺഫറൻസ് എന്നാണ്. സ്റ്റുഡൻറ് ലെഡ് കോൺഫറൻസ്. സ്റ്റുഡൻ്റ് ആണ് അത് ലീഡ് ചെയ്യുക. സ്റ്റുഡൻറ്റ് പാരൻറ്റിനെയും കൊണ്ട് വരികയാണ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ. സോ ദ റെസ്പോൺസിബിലിറ്റി ഈസ് പാർഷ്യലി ഷെയർഡ് ബൈ ദ ചൈൽഡ് നൗ. ഓക്കെ, ആൻഡ് നൗ ദ ചൈൽഡ് സ്പീക്സ് അബൌട്ട് എനിക്ക് ഈ സ്കൂളിൽ ഞാൻ എന്താ പെർഫോം ചെയ്യുന്നത്, അമ്മ ഇത് ഞാൻ ഇതൊക്കെ ചെയ്തു, ഇത് കണ്ടോ ഫാദർ ഞാൻ ഇത് പപ്പയുടെ അടുത്ത് കാണിക്കുന്നു, അമ്മയുടെ കാണിക്കുന്നു, ഇയാളാണ് എന്നെ ഇത് പഠിപ്പിക്കുന്ന ആൾ. അപ്പം ഇവിടെ മറ്റാൾ ചെറുതാന്നേ ഉള്ളൂ, പക്ഷെ ഒരു ലീഡ് എടുക്കുന്നുണ്ട് അവിടെ. ഇത് LKG UKG മുതലുണ്ടേ സ്റ്റുഡൻറ് ലെഡ് കോൺഫറൻസസ്. ആൻഡ് വി മീറ്റ് ആസ് എ ടീം. ഇവിടെ ആരും ചെറുതും വലുതൊന്നുമല്ല. കുട്ടി സംസാരിക്കുന്നു, പാരന്റ് സംസാരിക്കുന്നു, ടീച്ചർ സംസാരിക്കുന്നു, കുട്ടിയുടെ അഭിപ്രായം ചോദിക്കുന്നു. ദിസ് ബിക്കംസ് എ കോൺഫറൻസ്. അതിന് വലിയ പേരിട്ടിരിക്കണേ. ഇത് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അത് ലീഡാവുക. ഇനി പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്ന വേറെ മീറ്റിംഗ്സും അവിടെ തന്നെ നടക്കാറുണ്ട്. പക്ഷെ അവിടെയും ഈ കുട്ടി വന്ന് ഇരുന്നിട്ടാണ് ഇത് സംസാരിക്കുക. ആൻഡ് ഇവിടെ കുട്ടീനെ മാറ്റിയെടുത്തിട്ട് ഇവൻ പഠിക്കില്ല, ഇവൻ പഠിക്കില്ല, ഇങ്ങനെയല്ല അത് പറയുക. എടുത്തിട്ട് പറയും, ഇതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലേ, അതിനകത്ത് ഈ താൻ പറയൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ കുട്ടിയുടെ പേര് നിത്യ എന്നാണെങ്കിൽ നിത്യ പറയൂ, നിത്യയ്ക്ക് ഇതിനകത്ത് വീക്ക്നെസ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് നോട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടി ഓൾറെഡി ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ റിപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പറയും, ഐ തിങ്ക് ഐ എം വീക്ക് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതർ ചിൽഡ്രൻ ഓർ മേ ബി കൊളാബറേഷൻസിൽ, അതായത് ബിഹേവിയറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയും, അതാ നിത്യയുടെ ഇങ്ങനെയൊക്കെയാണ്, വീട്ടിലെങ്ങനെയാണ്. അപ്പം ഇതൊരു ഫ്രണ്ട്ലി മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ട് മാറ്റിയിരുത്തിയിട്ട് ഞാനിവിടെ സംസാരിക്കാം, അതില്ല. ആ ഈഗോ പോയി. ദ ചൈൽഡ് ഗെറ്റ്സ് എ പൊസിഷൻ ദേർ. അവിടെ ഒരു ആളാണേ ഇരിക്കണത്, അയാൾ നിസ്സാരക്കാരനല്ല, അയാളെ കുറിച്ച് സംസാരിക്കണേ. ദെൻ ദ ചൈൽഡ് ടേക്സ് യു. അമ്മ ഞാനിത് ഇന്നലെ നമ്മൾ ഒരു സീഡ് വെച്ചു, അതിന്ന് സ്പ്രൗട്ട് ചെയ്തു, ഒരു ട്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ, സൺലൈറ്റിൻ്റെ അടുത്ത് വെച്ചത്, കുറച്ചുകൂടെ. ഇത് എൻറ്റയർ തിങ് ഇസ് നൗ നറേറ്റഡ് ബൈ ദ ചൈൽഡ്. എന്നിട്ട് പേരൻറ്റും ടീച്ചറും തമ്മിൽ സംസാരം വേറെ നടക്കുന്നുണ്ട്. ആ സമയത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീച്ചർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കും, നിത്യ ക്യാൻ യു സ്റ്റേ ഔട്ട് സൈഡ് ഫോർ 5 minutes? യു ആസ്ക് ദ ചൈൽഡ്, യു ഡോണ്ട് ടെൽ ദ ചൈൽഡ്. ദർ ഇസ് ഡിഫറൻസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫാമിലിയിൽ ഒരു സാധനം ഇങ്ങനെ റൺ ചെയ്യേണ്ട ഒരു നാച്ചുറൽ സാധനമാണ് അനിയത്തിക്ക് ചേച്ചിയോട് തോന്നണേന്ന് പറഞ്ഞത്. അത് നാച്ചുറലി ഫ്ലോ ഉണ്ട്. നമ്മൾ ഇതിൽ ഈഗോ മിക്സ് ചെയ്ത് അഡൾട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നണേ കൊച്ചെന്തോ ചെറുതാണ്, നമ്മളെക്കാട്ടും ബുദ്ധിയില്ല, നമ്മളത്രയും ചിന്തിക്കാണ്, നമ്മളെന്തോ വലിയ പവർഫുൾ ആണെന്ന് ചിന്തിക്കുന്ന ആ ഈഗോനാണ് നമ്മൾ അൺലേൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ഈക്വലായി ഇവിടെ. അപ്പം ആ കോൺഫറൻസിൽ കുട്ടി ഇരിക്കണം, കുട്ടി പറയണം, കുട്ടി ആ റിപ്പോർട്ട് നമുക്കാണ് സമർപ്പിക്കുന്നത്, കണ്ടോ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ
നമുക്കൊന്നും തോന്നൂല ആ കോൺഫറൻസ് കഴിയുമ്പോൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ നുണ പറയുന്ന കുട്ടികൾ ആക്ച്വലി അത് വീട്ടിലെ പാരൻസിൻ്റെ ഒരു ഫോൾട്ടാണോ അത്, കുട്ടികൾ നുണ പറയുന്നത്? നമ്മളൊരു 2 അഡൽട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ നമുക്കൊരു പാർട്ട്ണറിനോട് നുണ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പ്രശ്നം? എന്താ? എന്തുകൊണ്ടാണ് അയാൾ നുണ പറയുന്നത്? ഒന്നെങ്കിൽ ആ പാർട്ട്ണർ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കേ എന്തോ വലിയ തെറ്റാന്ന് വിചാരിച്ചോണ്ടായിരിക്കും. തെറ്റാന്ന് വിചാരിച്ചാൽ അത് ചെയ്യുമോ പിന്നെ? I don't know. Yeah, maybe full. Actually, the main reason is like understanding. ഇപ്പൊ തെറ്റാന്ന് വിചാരിച്ചേ അത് തന്നെ പിടിക്കാം. തെറ്റാന്ന് വിചാരിച്ചാൽ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അൺകൺട്രോളബിൾ ആയിട്ട് എനിക്ക് അതിനോട് അഡിക്ഷൻ വന്നാൽ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ ആളൊരു പ്രോബ്ലത്തിലാണെന്നല്ലേ. അപ്പൊ ആ പ്രോബ്ലത്തിലാണെന്ന് പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചെയ്യില്ലേ? അപ്പോഴും അത് നുണയല്ലല്ലോ. അപ്പൊ നുണ പറയുന്ന കോണ്ടെക്സ്റ്റ് അവിടെ എന്താ പിന്നെ? അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല എന്ന് പറയണ പോലെ തന്നെ അത് തിരിച്ച് പേരൻസിൻ്റെ അടുത്ത് കുട്ടികൾ നുണ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടീം മെമ്പറായിട്ട് ഇപ്പുറത്തെ ആളെ ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും വന്ന് പറയുമ്പോൾ എൻ്റെ ടീമിൽ അമ്മയോ അച്ഛനോ നിൽക്കൂല, ഉറപ്പാണ്. അവരിത് കേട്ടാൽ എന്നെ വഴക്കേ പറയുള്ളൂ. ആ വിശ്വാസമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പിന്നെ കുട്ടിക്ക് വേറെ വഴിയില്ലല്ലോ. കുട്ടിക്ക് അതെന്തായാലും വേണം. കുട്ടി നുണ പറയും. സോ യാ, ഐ ഹോപ്പ് ഞാൻ എൻ്റെ ആക്ച്വലി ആദ്യത്തെ പാരൻറ്റിങ് പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു കവറേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ കിട്ടിയെന്നാണ്. കാരണം അന്നും ഞാൻ പറഞ്ഞു ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, നമുക്ക് ഇപ്പോഴും ഇത് സംസാരിക്കുകയാണെങ്കിൽ എന്ത് കാര്യം നമുക്ക് കൊണ്ട് അവസാനം എത്തിച്ചേരുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ, ചൈൽഡ്ഹുഡ് എല്ലാം ചൈൽഡ്ഹുഡിൽ നിന്നാണ്. സോ ഇനിയും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സും കാര്യമുണ്ടെങ്കിൽ ഞാൻ കവർ ചെയ്യാത്ത വിഷയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് താങ്ക് യു സോ മച്ച് അനീത. ലൈക്ക് ഞാനിപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചെങ്കിലും എനിക്ക് വീണ്ടും കുറച്ചുകൂടെ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷൻ എനിക്ക് കിട്ടി. സോ താങ്ക് യു സോ മച്ച് നമുക്ക് കുറച്ച് സമയം തന്നതിലും പിങ്കിലേക്ക് വന്നതിലും. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വലുതായതിനു ശേഷം നമ്മൾ നടത്തുന്ന കൗൺസിലിങ്ങും അതെല്ലാം പ്രിക്കോഷണറി, അതെല്ലാം ക്യൂറാണ്. അപ്പോൾ ഇതെല്ലാം പ്രിക്കോഷണറി മെഷറായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വളരെ നല്ല സമൂഹം ഉണ്ടാകുക അത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. So yeah, that's it. Let's pink it.